പരിശുദ്ധ റമദാനിൻ്റെ സമാരംഭത്തിൽ നമ്മളെല്ലാവരും എത്തിക്കഴിഞ്ഞു എന്നത് അള്ളാഹു നമുക്ക് ചെയ്ത ഒരു വലിയ തൗഫീഖാണ്. ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് പേരുടെ വേർപാടുകൾ നമ്മുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നത് അവർക്കൊക്കെ പരിശുദ്ധ റമദാനിൽ നമ്മേക്കാൾ മുമ്പ് റമദാനിൽ എത്തുന്നതിന് മുമ്പ് അവർക്കൊക്കെ നേരത്തെ അള്ളാഹു യാത്ര കൊടുത്തതൊക്കെ മഹാനായ ഇബ്നു റജബ് തങ്ങളുടെ ലത്വായിഫുൽ മആരിഫിൽ കവിത സൂചിപ്പിച്ച പോലെ ആ വേർപാടുകളെ നാം ഓർക്കേണ്ട ഒരു സന്ദർഭവും കൂടിയാണ് റമദാന്റെ ആദ്യ ദിവസങ്ങൾ. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയവർ നമ്മോട് യാത്ര പറഞ്ഞത് നമ്മുടെ ശേഷമുള്ളവരോട് നാം യാത്ര പറയാനുള്ളതാണെന്ന തോന്നലിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ റമദാന്റെ സമാരംഭം എത്തിക്കഴിഞ്ഞാൽ അവൻ റമദാനിൽ അധ്വാനിക്കുമെന്നാണ് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല അമല് കൊണ്ട് അവൻ പൊരുത്തപ്പെട്ട വഴിയിലേക്കെത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിലെ ഒരു പ്രധാന ഘടകമാണ് അനുസരണയും വിധേയത്വ ബോധവും ഉണ്ടാവുക എന്നത്. നമുക്ക് നിർബന്ധവുമാണ്. അനുസരണ ലോകത്ത് ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ നിയമം തന്നെ ആകെ പ്രശ്നത്തിലാണ്. ലോക നിയമമാണ് അനുസരണ എന്നത്. ചിലരെ അനുസരിച്ചേ പറ്റും. വിധേയത്വവും അനുസരണയും സത്യവിശ്വാസിയുടെ മുഖമുദ്രയാണ്. മറ്റു ചിലർ അനുസരിക്കൽ, അതുപോലെ നിയമങ്ങൾ അനുസരിക്കൽ, നിയമങ്ങൾ പാലിക്കൽ. ലോകത്ത് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ അല്ലാതെ ലോകം മുന്നോട്ട് പോവില്ല എന്നതാണ്. ഉദാഹരണം, നമ്മുടെ രാജ്യ നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ. നാം അനുസരിക്കേണ്ട നിയമവും നാം അനുസരിക്കേണ്ട കാര്യവും ഒരു നന്മയുടെ പേരിലാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിനനുസരിക്കലിൻ്റെ ഭാഗമായി തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിലേക്ക് പല വഴികളുമാണ് അള്ളാഹു നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇസ്ലാം എന്ന വാക്ക് പോലും അനുസരണ എന്നും മുസ്ലിം എന്ന പദം അനുസരണ ഉള്ളവൻ എന്നുമാണ്. അതിനു പുറമെ ദീൻ എന്ന ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട് മതത്തെ സൂചിപ്പിച്ചുകൊണ്ട്. അതിൻ്റെ അർത്ഥവും അനുസരണ എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിലേക്കുള്ള വഴി, അതിനുള്ള വഴികൾ വളരെ വിശാലവും അതുപോലെ തന്നെ വളരെ കൂടുതലുമാണ്. നന്മകളിലേക്കുള്ള ഏതൊരു അനുസരണയും, ഒരു സഹകരണം, നന്മയുടെ പേരിലൊരു സഹകരണം, അത് അള്ളാഹുവിൻ്റെ പേരിൽ നാം ചെയ്യുന്നൊരു നന്മയാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു അമലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളത് നാം കാണിക്കുന്ന നല്ലൊരു സംസ്കാരം എന്ന് പറയുന്നത് പോലെ തന്നെ അള്ളാഹു നമുക്ക് കൂലി തരുന്ന അമലാണ് എന്ന് ചിന്തിച്ചാൽ ആ അനുസരണയ്ക്ക് ഒരർത്ഥമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്ലാം, മുസ്ലിം എന്ന പദം നമ്മളിൽ തന്നെ വന്ന് യഹൂദി എന്നോ നസ്വാറ എന്നോ ഒന്നും വന്നില്ല. അങ്ങനെയുള്ള പദങ്ങൾ വേറെയും സമുദായത്തിൽ വരപ്പെട്ടിട്ടുണ്ട്. അത് അള്ളാഹു തന്നെ അവരിൽ ചാർത്തിയ ഒരു പേരാണത്. അങ്ങനെയെങ്കിൽ ഇസ്ലാം, മുസ്ലിം എന്ന ആ ഒരു വിളി കേൾക്കാൻ നമ്മൾ നിയോഗിക്കപ്പെട്ടത് തന്നെ നമ്മൾ അനുസരണ ഉള്ളവർ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അനുസരിച്ചേ പറ്റൂ. അടിസ്ഥാനപരമായി മഹാന്മാരായ നബിമാരെ മുഴുവനും മുസ്ലിം എന്നാണ് പറയുന്നത്. ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞ മുസ്ലിം എന്നാണ്. മൂസ നബിയുടെ സമൂഹത്തിന്റെ പിന്നാലെ വന്ന അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ മറ്റൊരു രൂപാന്തരമാണ് ഇസ്രായേലികൾ. ജൂതന്മാർ എന്ന് പിൽക്കാലത്ത് ആ സമൂഹത്തെ വിളിച്ചുവെങ്കിലും അവരുടെ പ്രവാചകനായ മൂസ നബിയെ മുസ്ലിം എന്നാണ് വിളിക്കുന്നത്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തെ പിന്നീട് വന്നവരെ നസ്വാറാക്കൾ എന്ന് വിളിച്ചു, നസ്രാണികൾ എന്ന് വിളിച്ചുവെങ്കിലും അവരുടെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഈസ നബിയെ മുസ്ലിം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മഹാന്മാരായ അമ്പിയാക്കളിൽ ആ ഒരു പേര് അള്ളാഹു നിലനിർത്തി. അവരുടെ സമുദായം മോശമായ കാലഘട്ടത്തിൽ അവരിൽ മറ്റു പേര് കൊണ്ടുവന്നു. ആ നബിമാര് നിലനിന്നത് ഏതൊരു പേരിലാണോ ആ പേരിൽ തന്നെയാണ് നമ്മളും ഇന്നുള്ളത്. മുസ്ലിം, അനുസരണ ഉള്ളവൻ, വിധേയത്വമുള്ളവൻ. ഇസ്ലാം, അനുസരണ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജൂതനായോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായോ ജീവിച്ചാൽ അല്ലാതെ സ്വർഗമില്ല എന്നൊരു വാഗ്വാദം ഉണ്ടായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ. ഖുർആൻ അതിന് മറുപടി പറഞ്ഞത് അങ്ങനെയല്ല എന്ന ഒരു വാഗ്വാദം. അപ്പോൾ വഹ്യ് വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. വഹ്യ് വന്നത് ഖണ്ഡിച്ചു കളയാണ്. ആ വാഗ്വാദങ്ങളിൽ ഒരു പരിസമാപ്തി വന്നു പോകും. ഖുർആനിനെ ഉൾക്കൊള്ളാത്തവനും വഹ്യിന്റെ അമരധ്വനി വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ചരിത്രത്തിന്റെ വസ്തുത.
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വർഗ്ഗാർക്ക അത് ജൂതനായാലേ കിട്ടൂ, അത് ക്രിസ്ത്യാനി ആയാലേ കിട്ടൂ എന്ന വാഗ്വാദങ്ങൾ നടക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ ഇടപെടൽ വരുന്നത്. ആ വഹയിൻ്റെ ഇടപെടലിൽ തന്നെ ആ വാഗ്വാദങ്ങൾ അന്ന് ആ കാലഘട്ടത്തിൽ അവസാനിച്ചു പോയി എന്ന അത്രത്തോളം ഏതൊരു ചർച്ചകളെയും നിഷ്ഭ്രമമാക്കി കളയാണ് ഖുർആന്റെ വാക്കുകൾ. അത് കേട്ടവന് പിന്നെ അതിനപ്പുറത്തേക്ക് പറയാൻ കഴിയുന്നില്ല എന്നത് ഖുർആന്റെ ഒരു മാസ്മരികതയാണ്. ആ സംഭവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 111, 112 ആയത്തുകളിൽ പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. അന്ന് അവർ പറഞ്ഞത് ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹുദൻ ഔ നസ്സാറ, സ്വർഗ്ഗപ്രവേശമുള്ളത് ഒന്നുകിൽ ജൂതൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് എന്നായിരുന്നു. തിൽക അമാനിയുഹും, അത് അവരുടെ കണ്ടെത്തലുകളും അവരുടെ വാദങ്ങളും മാത്രമാണ്. എന്നാൽ ഖുൽ, നബിയെ, ആ വാഗ്വാദത്തിൽ അങ്ങ് പറയേണ്ടത് ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ, പറയുന്നത് ബുദ്ധിപരമായി ദിഷണാപരമായി തെളിയിക്കാൻ കഴിയുന്ന വല്ല തെളിവുകളുണ്ടെങ്കിൽ അതായിട്ട് വായോ, എന്നാൽ നമുക്ക് വീണ്ടും വാഗ്വാദത്തിൽ ഏർപ്പെടാം, നമുക്ക് സംവദിക്കാം. അവർക്കതിനുള്ളത് ഇല്ല, അവരുടെ കയ്യിൽ അതിനുള്ള തെളിവുകളില്ല, പറച്ചൽ മാത്രമേ ഉള്ളൂ. ബല, അറിയണം, മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് ആരിൽ സാധ്യമായോ അവർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞേക്ക് എന്ന്. ബല മൻ അസ്ലമ, മൻ അസ്ലമ, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക. അനുസരിക്കുക എന്നതിന് ഉപയോഗിച്ച വാക്ക് അസ്ലമ, മുസ്ലിമാവ എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കൽ അവരിൽ നടന്നിട്ടില്ല. എന്തുകൊണ്ട്? അവരുടെ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ അവരനുസരിച്ചിട്ടില്ല. ആ പ്രവാചകന്മാർ പിൻഗാമികളെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, എൻ്റെ ശേഷം വരാനുള്ള പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കണമെന്ന്. ആ ശേഷം വന്നെത്തിയത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. അവിടെ എത്തിയപ്പോൾ അവർ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വന്നോടത്ത് അവരെ തൗറാത്തും ഇഞ്ചീലും യഥേഷ്ടം ഉപദേശിച്ചു. മുസ്ലിമാവാനുള്ള എല്ലാ വഴികളും ഭാവിയെക്കുറിച്ച് അവർക്ക് അറിയിച്ചു കൊടുത്തു. എന്നിട്ടും അതിനെ പുറങ്കാലം കൊണ്ട് തട്ടിയ ഒരു സമൂഹമാണ് പൂർവീകർ എന്ന് ചരിത്രം വളരെ സ്പഷ്ടമായി തന്നെ നമ്മുടെ മുന്നിൽ ഉണ്ട്. ബൈബിൾ നോക്കിയാലും നമുക്കത് വളരെ കൃത്യമായി തന്നെ കാണാം. ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിൽ എവിടെ വരെ ഒരു സൃഷ്ടി എത്തുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ലോകം തന്നെ ഞെട്ടിത്തെറിച്ചു പോയി ആ അനുസരണ കണ്ടിട്ട്. എന്തായിരുന്നു അനുസരണം? നമുക്കറിയാം. മഹാനവറുകൾ 10 ദിവസം ദുൽഹജ്ജിന്റെ 1-ാം രാവ് മുതൽക്ക് ദുൽഹജ്ജിന്റെ 10 കൂടിയ ആ ദിവസങ്ങൾ, ആ രാവുകൾ, ആ മഹാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിയർത്ത ഒരു സംഭവമാണ്. മകനെ അറുക്കൂ എന്ന് പറഞ്ഞ് ഒരു വഹ്യ് വന്നിരുന്നുവെങ്കിൽ അതങ്ങ് അനുസരിച്ച മതിയായിരുന്നു. പക്ഷെ ഇതൊരു സ്വപ്നമാണ്. മഹാനവറുകളിൽ ആ സ്വപ്നം ആവർത്തിച്ചു. സ്വപ്നത്തിന് പ്രതിക്രിയകൾ, പരിഹാരങ്ങൾ ചെയ്യാൻ മഹാനവറുകൾ തയ്യാറായി. പക്ഷെ അത് പരിഹരിക്കപ്പെട്ടു എന്ന അവസ്ഥയിൽ അള്ളാഹുവിന്റെ കബൂലിയത്തിന്റെ ഒരു സന്ദേശവും വന്നു. വീണ്ടും ആ സ്വപ്നം ആവർത്തിക്കുന്നു, ഇനിയും ചെയ്യണമെന്ന്. മറ്റൊന്നുമല്ല, 100 വയസ്സാണ് ഇപ്പോൾ പ്രായമുള്ളത്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിക്ക് ഇപ്പോൾ പ്രായം 13 വയസ്സാണ്. 13 വയസ്സുള്ള മകനെയാണ് 100 വയസ്സുള്ള പിതാവ് അറുക്കാൻ പോവേണ്ടത്. അള്ളാഹുവിന്റെ തീരുമാനം, അറുക്കാൻ ആരെങ്കിലും ഏൽപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒഴിച്ചു നിർത്തല്ല ചെയ്തത്. അങ്ങനെ ആരെങ്കിലും അറുത്താൽ അറുക്കപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന വേദനയുള്ളൂ. എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ ഞാൻ ചെയ്യണമെന്ന നിർദ്ദേശം അള്ളാഹു തരുമ്പോൾ എത്രമാത്രം വലിയ ഒരു മാനസികമായ ഉരുകുകയാണ്. ആ മനുഷ്യൻ ഉരുകി തീരുകയാണ്. മകനെ വല്ലാതെ സ്നേഹിച്ച ഒരു പിതാവാണ്. ആ സ്നേഹത്തിന്റെ അളവ് അള്ളാഹു മഹാനവറുകളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താണ്. 100 വയസ്സിൽ 13 വയസ്സുകാരൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ 87-ാമത്തെ വയസ്സിലാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബിക്ക് 87 വയസ്സുള്ളപ്പോൾ കുട്ടി ജനിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളെ നമ്മൾ ശകാരിക്കുന്നതിനേക്കാൾ അപ്പുറം ശകാരിക്കാൻ ആർക്കും അവകാശമില്ല. നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറം ആരും സ്നേഹിക്കുന്നുമില്ല എന്നൊക്കെ നമുക്ക് പറയാൻ കഴിഞ്ഞാലും
ഒരു കുട്ടിയെ ആ കുട്ടിയുടെ വാപ്പാടെ വാപ്പയും വാപ്പാടെ ഉമ്മയും, അല്ലെങ്കിൽ ഉമ്മാടെ വാപ്പയും ഉമ്മാടെ ഉമ്മയും ഒരു കുഞ്ഞിനെ വാത്സല്യപ്പെടുത്തുന്നത് സ്വന്തം ഉമ്മായും വാപ്പായും വാത്സല്യപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായിരിക്കും എന്നതൊരു സ്വാഭാവിക കാര്യമാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ കുട്ടികളെ, പേരക്കുട്ടികളോട് വല്ലുപ്പാക്കും വല്ലുമാക്കും ഉള്ള സ്നേഹം, അത് ഉമ്മ വഴി ആണെങ്കിലും വാപ്പ വഴിയാണെങ്കിലും ഉള്ള വല്ലുപ്പായും വല്ലുമ്മായും വല്ലാതെ സ്നേഹിക്കും. അങ്ങനെയാണ് വല്ലുമ്മായും വല്ലുപ്പായും മക്കളെ എത്ര വലുതായാലും കൊഞ്ചിക്കാനും പുന്നാരിക്കാനും അവർക്കൊരു മടിയില്ല. ഞാൻ പറയട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശരാശരി 20 വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ 40-ാമത്തെ വയസ്സിൽ, ആവറേജ് 40-41 വയസ്സിൽ മഹാനവറുകൾക്ക് പേരക്കുട്ടി ഉണ്ടാവാനുള്ള പ്രായമാണ്. 20 വയസ്സിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം പിതാവ് കൊടുക്കാൻ വെച്ചിരുന്ന ആ സ്നേഹം 40 വയസ്സിലെത്തിയപ്പോൾ മകനും മകന്റെ മകനും കൊടുക്കാൻ വെച്ച ആ ഒരു വല്ലുപ്പയുടെ ഒരു സ്നേഹം, 2 തലമുറയോടുള്ള സ്നേഹം 40 വയസ്സിലും കുഞ്ഞായിട്ടില്ല. പിന്നെയോ 60 വയസ്സായപ്പോഴും കുഞ്ഞായിട്ടില്ല, 80 വയസ്സായപ്പോഴും കുഞ്ഞായിട്ടില്ല. 4 തലമുറയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹം മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന പിതാവിൻ്റെയും പിതാവിൻ്റെ പിതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും സ്നേഹം അടക്കി പിടിച്ചിരുന്ന് പിന്നെയും ഒരു 7 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കുട്ടി ജനിക്കുന്നത്. 87 വയസ്സിൽ 100-ാം വയസ്സിലെത്തിയപ്പോൾ 5 തലമുറയുടെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള പ്രായത്തിൽ നിൽക്കുന്ന ആ മനുഷ്യന്റെ മനസ്സിൽ എത്ര സ്നേഹം ഉണ്ടാവും. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞു അറുക്കണം എന്നത് അനുസരിച്ചേ പറ്റൂ. അള്ളാഹു നേർക്ക് നേർ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു അറിയിപ്പല്ല കൊടുത്തത്, അള്ളാഹു സ്വപ്നം കാണിക്കാൻ ചെയ്തത്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം. ആ അറിവ് എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ കമഴ്ത്തി കിടത്തിയിട്ടാണ് അറുത്തത്. എന്തുകൊണ്ട്? മുഖം കണ്ടാൽ അറിവ് നടക്കില്ല എന്നതാണ്. ആദ്യം സ്വപ്നം കണ്ടപ്പോൾ മഹാനവറുകൾ ആ സ്വപ്നത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു അറിയിച്ചതല്ലേ മകനെ അറുക്കണം എന്നത്. അള്ളാഹു സ്വപ്നം കാണിച്ചു. മഹാന്മാരായ അമ്പിയാക്കളുടെ സ്വപ്നം വഹ്യി തന്നെയാണ്. മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന സ്വപ്നം വഹ്യിന്റെ 46-ൽ ഒരു അംശമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 46-ൽ ഒരു അംശമാണ് മുഅ്മിനിന്റെ സ്വപ്നം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഹ്യായി തന്നെ ആ സ്വപ്നത്തെ പരിഗണിച്ചു. അറുക്കാൻ തീരുമാനിച്ചത് തനിക്ക് പ്രിയപ്പെട്ടതിനെയാണ്. കാരണം പ്രിയപ്പെട്ട മകനെ അറുക്കണമെന്നത് കാണിച്ചാൽ അതിന്റെ വ്യാഖ്യാനം പ്രിയപ്പെട്ടത് തന്നെ അറുക്കണമെന്ന്. 100 ആടുകൾ അറുത്ത് ആദ്യം ദാനം ചെയ്തു. ദാനം ചെയ്യുന്നതിന്റെ ഭാഗമായി മഹാനവറുകൾ അതിന്റെ മാംസകഷ്ണങ്ങൾ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൂട്ടിവെച്ചു കഴിഞ്ഞാൽ ആകാശത്ത് നിന്നും ഒരു തീനാളം വന്നുകൊണ്ട് ആ ആട്ടിറച്ചി കൂട്ടത്തെ, താൻ കൂട്ടിവെച്ചിരിക്കുന്ന മാംസകഷ്ണത്തെ വന്ന് കരിച്ചു കളയുകയാണെങ്കിൽ ആ ചെയ്ത പ്രതിക്രിയ, സ്വപ്നത്തിന്റെ പേരിൽ ചെയ്ത പ്രതിക്രിയ അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളത്, പരിഹാരം ചെയ്യപ്പെട്ടു എന്നതാണ്. സാധാരണ ആ കാലഘട്ടത്തിന്റെ പ്രവാചക ജീവിതത്തിലെ ഒരു പതിവ് ആകാശത്തിൽ നിന്നും തീയിറങ്ങി വന്ന് അതങ്ങനെ കരിച്ചു കളയലാണ്. സ്വാഭാവികമായും മകനെ അറുക്കണമെന്ന സ്വപ്നത്തിന് പ്രതിക്രിയ ചെയ്തു. 100 ആടുകൾ അറുത്തു. അതും അവിടുന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, ഏറ്റവും പ്രിയപ്പെട്ട മുന്തിയ ഇനത്തിൽപ്പെട്ട ഏറ്റവും വിലപിടിപ്പുള്ള 100 വലിയ ആടുകൾ അറുത്തു. ആ അറവ് കഴിഞ്ഞ് അതിന്റെ മാംസകഷ്ണങ്ങളിലെ ഒരു ഭാഗം മലയുടെ മുകളിൽ കൂമ്പാരമായി കയറ്റിവെച്ചു. അങ്ങനെ തീനാളം ഇറങ്ങി വന്നത് കരിച്ചു കളഞ്ഞെന്ന്. അപ്പൊ ആശ്വസിച്ചു, പടച്ചവനെ, എന്റെ സ്വപ്നം സാക്ഷാത്കാരമായി, ഞാനതിന് പ്രതിക്രിയ ചെയ്തല്ലോ എന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ആദ്യം കണ്ട പോലെ തന്നെ ആവർത്തിക്കാണ്. അപ്പോൾ ഞാൻ പ്രതിക്രിയ ചെയ്തല്ലോ, എന്താ പരിഹരിക്കാതിരുന്നത്? ആടായതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ച മഹാനവറുകൾ കുറച്ചുകൂടി വലിപ്പത്തിൽ ചിന്തിച്ചു. 100 ഒട്ടകങ്ങൾ അറുത്തു. 100 ഒട്ടകങ്ങളെ എർത്ത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്, കുഴപ്പമില്ല. 100 ഒട്ടകങ്ങളെ മഹാനവറുകൾ അറുത്തു. ഇതുപോലെ തന്നെ മാംസങ്ങൾ കൂമ്പാരമാക്കി ആകാശത്തിൽ നിന്നും പതിവ് പോലെ ഒരു കുർബാൻ സ്വീകരിക്കുന്നതിന് തീയിറങ്ങി വരല, തീയിറങ്ങി വന്നു എന്നതാണ്. അപ്പോഴും മഹാനവറുകൾ ആശ്വസിച്ചു. 3-ാമത്തെ പ്രാവശ്യമാണ് ഒരു ആള് വന്നു നിന്ന് നേരെ പറയുന്ന പോലെ മകനെ തന്നെ അറുക്കണമെന്ന പരിഹാരമായി, മകനെ തന്നെ അറുക്കല്ലാതെ വേറെ ഒന്നുമില്ല, ആടിനെയും ഒട്ടകത്തെയും അറുത്താലൊന്നും ഇത് പരിഹരിക്കപ്പെടൂല എന്ന് മഹാനവറുകൾക്ക് നിർദ്ദേശം വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ അള്ളാഹുവിനെ അനുസരിക്ക എന്നതിൽ ആ മഹാനൊരു കുറവും വരുത്തിയില്ല എന്നുള്ളതാണ്. മകനോട് ചോദിച്ചപ്പോ അനുവാദം ചോദിക്കലല്ല, വിവരം പറയണമല്ലോ, അതൊരു മര്യാദയാണ്. വിവരം പറയണം. ആ വിവരം പറയുന്നിടത്ത് മകന്റെ അനുസരണ അള്ളാഹുവിലേക്കുള്ള ഒരു അനുസരണയും വാപ്പയെ അനുസരിക്കില്ല. 2 അനുസരണ മകൻ കാണിച്ചു. അങ്ങനെയുള്ള ഒരു അനുസരണയെ അള്ളാഹു വിളിച്ച പേരാണ് ഇസ്ലാം എന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين സൂറത്ത് الصفات. ഒരു സ്വപ്നം കണ്ടതിന് ഇത്രയും സമർപ്പണം നടത്താനുണ്ടായ അനുസരണ ബോധം അള്ളാഹു തരട്ടെ. അള്ളാഹുവിനെ അനുസരിക്കൂ, റസൂലിനെ അനുസരിക്കൂ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മോട്. അങ്ങനെ ഒരു അനുസരണയിലേക്കാണ് ഈ നോമ്പ്. നോമ്പ് എന്തിനാണ്? നോമ്പ് ഒരു അനുസരണ പഠിപ്പിക്കലാണ്. എപ്പോഴാ അനുസരിക്കുക? അള്ളാഹുവിനെ അനുസരിക്കാൻ ഒരു വലിയ പാഠശാലയാണ് നോമ്പ്. ഇതിന്റെ നിർബന്ധിതയോടെ പല കാരണങ്ങളും പറയുന്നിടത്ത് അള്ളാഹു നോമ്പിനെ പട്ടിണി കിടക്കുക എന്ന ഒരു പ്രധാന കണ്ടന്റ് കൊണ്ടുവന്നിട്ട്, നോമ്പിന്റെ പ്രധാന ഒരു കണ്ടന്റാണ് നോമ്പിൽ പട്ടിണി കിടക്കുക എന്നത്. ഈ പട്ടിണി കിടക്കുക എന്ന പ്രധാന കണ്ടിനെ നോമ്പിൽ ആവിഷ്കൃതമാക്കിയത്. നോമ്പ് എന്ന് പറഞ്ഞാൽ പല കർമ്മങ്ങളും പറയാമായിരുന്നു, അങ്ങനെയൊന്നുമല്ല. നോമ്പിനെ അള്ളാഹു ആവിഷ്കരിച്ചത്, അതിന്റെ പ്രധാന കണ്ടന്റ് പട്ടിണി കിടക്കുക എന്നത്, വയറ് വേദനിക്കുക, വിശപ്പറിയുക എന്നത്. ആ ഒരു പ്രധാന കണ്ടന്റിനെ നോമ്പിന്റെ ഏറ്റവും മർമ്മത്തിൽ കൊണ്ടുവന്ന് വെച്ചു അല്ലാഹു. എന്തിനാണെന്നറിയോ? നിങ്ങൾ പലപ്പോഴും കേട്ടതാണത്. മഹാന്മാര് പറയുന്നുണ്ട്, നോമ്പിനെ ഈ രീതിയിൽ അള്ളാഹു ആവിഷ്കരിച്ചതിന്റെ ഒരു ചരിത്രം. അള്ളാഹു ആദ്യം മനുഷ്യന്റെ ബുദ്ധിയെ പടച്ചിട്ട് അള്ളാഹു ആദരിച്ചതാണ് മനുഷ്യന്റെ ബുദ്ധി, വിവേകം. അള്ളാഹു ആദരിച്ച വിവേകത്തെ മനുഷ്യ ശരീരത്തിൽ വന്നതിന്റെ പേരിൽ അള്ളാഹ് പിന്നെയും പറഞ്ഞു വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ആദരിച്ചു. അള്ളാഹു മനുഷ്യനെ ആദരിച്ചതിന്റെ ഭാഗമാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ആകാര ഭംഗി കൊടുത്തു. അത് മനുഷ്യൻ അള്ളാഹു കൊടുത്ത ആദരവാണത്. ഈ ആദരവിന്റെ ഭാഗമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനിൽ ബുദ്ധി, വിശേഷ ബുദ്ധി മറ്റാർക്കും കൊടുക്കാത്തത് കൊടുക്കുകയാണ്. വിശേഷ ബുദ്ധി അള്ളാഹു ആദ്യം സൃഷ്ടിച്ചിട്ട് അള്ളാഹു പറഞ്ഞ അഖ്ബിൽ ഫഅഖ്ബല, വിശേഷ ബുദ്ധി അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾ വായോ. വിശേഷ ബുദ്ധി അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെന്നുന്ന സുമ്മക്കാല അദ്ബിർ, അന്ന് നീ തിരിച്ചു പോയിക്കോ. അപ്പൊ വിശേഷ ബുദ്ധി തിരിഞ്ഞങ്ങ് നടന്നു. അള്ളാഹു പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിച്ചു. എന്നിട്ട് അള്ളാഹു ചോദിച്ചു മന്നന്ത വമന്നന, നീ ആരാണ്, ഞാൻ ആരാണ്? ബുദ്ധി പറഞ്ഞു അള്ളാഹുവേ, ഞാൻ നിന്റെ എളിയ അടിമയാണ്, നീ എന്റെ റബ്ബാണ്, നീ ഈ ജഗന്നിയന്താവായ സർവശക്തനായ തമ്പുരാനാണ്. അള്ളാഹുവിന് സന്തോഷായി. അള്ളാഹു പറഞ്ഞു കുന്ത അഅ്സൽ ഖൽഖ്, നീ എന്റെ സൃഷ്ടികളിലെ ഏറ്റവും ആദരണീയമായ, ഏറ്റവും അജയ്യനായ സൃഷ്ടിയായി കഴിഞ്ഞേ. മനുഷ്യന്റെ വിവേകത്തെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണത്. പിന്നെ അള്ളാഹു മനുഷ്യന് ഈ വിവേകത്തെ, ബുദ്ധിയെ സൂക്ഷിക്കാൻ അതിനൊരു ചെപ്പ് വേണം, മനുഷ്യനൊരു ശരീരം വേണം. അള്ളാഹു ആ ശരീരത്തെ പടച്ച ശേഷം ആ ശരീരത്തോട് പറഞ്ഞു അഖ്ബിൽ ഫമാ അഖ്ബല, ഒന്നിങ്ങ് വായോ. മനുഷ്യന്റെ ഈ ശരീരം, മർക്കട മുഷ്ടിയുള്ള ശരീരം ഉണ്ടല്ലോ, അത് വരാൻ കൂട്ടാക്കിയില്ല. മനസ്സിൽ പലപ്പോഴും ആഗ്രഹമുണ്ട് ഒരു നന്മ ചെയ്യണമെന്ന്, പക്ഷെ ശരീരം അതിലേക്ക് വഴങ്ങി വരാറില്ല. മനസ്സ് ശരീരത്തെ ജയിച്ചടക്കിയേ പറ്റൂ. മനസ്സിന്റെ ആ തോന്നലിനെ നടപ്പാക്കാൻ ശരീരത്തിൽ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരീരം മുന്നോട്ട് വന്നില്ലെന്നാ. അള്ളാഹു ചോദിച്ചു നീ ആരാണ്? ഞാനാണ്. ഞാനോ? നീ. അള്ളാഹു 100 വർഷത്തോളം ഈ ശരീരത്തെ കൊണ്ടുപോയി നരകത്തിന്റെ തീ ആളുന്ന ചൂളയിലിട്ടു. 100 കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹു പുറത്തെടുത്തിട്ട് ചോദിച്ചു മനുഷ്യന്റെ പച്ച ശരീരത്തോട് നീ ആരാണ്? അപ്പോഴും ശരീരം പറഞ്ഞു ഞാനാണ്, നീയാണ്. അള്ളാഹു പിന്നെ ചെയ്തത് ഈ ശരീരത്തെ മെരുക്കാൻ വേണ്ടി പിന്നെ ചെയ്ത ഹിക്മത്ത് അള്ളാഹുവിനെ അറിയാതെ. പക്ഷെ ഈ സംഭവ വികാസത്തെ, നോമ്പിൽ ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നതിന്റെ ലക്ഷ്യത്തെ സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം. അള്ളാഹുവിനറിയാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തീയിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഭക്ഷണത്തിൽ ഒരു ത്യാഗം വേണം, ഭക്ഷണം ത്യജിക്കണം, പട്ടിണി കിടക്കണം എന്ന ഒരു സിസ്റ്റത്തിലൂടെ ഇത് വരുമെന്നുള്ളതൊക്കെ അറിയാം. എന്നാലും തീയെന്ന ഗൗരവത്തിനപ്പുറത്തേക്കാണ് പട്ടിണി കിടക്കുക എന്ന ഗൗരവത്തെ അള്ളാഹു അറിയിക്കുകയാണ്.
ഇതെല്ലാം അള്ളാഹുവിന്റെ കുദറത്തിൽ വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണത്. എന്നാൽ സൃഷ്ടിയെ ബോധ്യപ്പെടുത്താനുള്ള ചില സബബുകൾ. പട്ടിണിയിലിട്ടു 100 വർഷം, എന്നിട്ട് ചോദിച്ചു നീ ആരാണ്? അപ്പോ അന്ന് മനുഷ്യന്റെ ശരീരം പറഞ്ഞു ഞാനാണല്ലാ, നീ റബ്ബാണ് അല്ലാ എന്ന് പറയാൻ മനുഷ്യന്റെ ശരീരം ആ വിധേയത്വ ബോധത്തിലേക്ക് വന്നത് പട്ടിണി കൊണ്ടാണ്. നോമ്പ് അതിനുള്ളതാണ്. നമുക്ക് ആ ഒരു വിധേയത്വ ബോധം ഉണ്ടാവണം. ഇബ്രാഹിം നബിക്കുണ്ടായ ബോധം നോക്കിക്കോളൂ. അള്ളാഹു തആല മഹാനവറുകൾക്ക്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകൾക്ക് സ്വപ്ന നിർദ്ദേശം നൽകി. ഫലമ്മ ബലഗ മഅഹു സഇയ, കുട്ടിയാവട്ടെ ഒരഭിപ്രായത്തിൽ 13 വയസ്സാണ്, ഒരഭിപ്രായത്തിൽ 7 വയസ്സാണ്. വിരൽ പിടിച്ചുകൊണ്ട് പിതാവിൽ ആ മകൻ ഒരു വലിയ സന്തോഷമായി തീരുന്ന് ആ കൈ പിടിച്ചു ഒപ്പം നടക്കുന്ന ഒരു പ്രായമുണ്ട്. 13 വയസ്സെന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ നാം ആലോചിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു പ്രായം കൂടിയാണത്. ആ കുട്ടി ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, ആ കുട്ടി മുസ്ലിയാരാവണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവണോ, ബിസിനസ്സിൽ വരണോ, ആ കുട്ടിയുടെ ഫ്യൂച്ചർ അവിടെ തെളിയും. വലിയ പ്രതീക്ഷകൾ, നേരത്തെ പറഞ്ഞ ആ പ്രതീക്ഷകൾക്കൊപ്പം തന്നെ ഒരു പിതാവിന്റെ മനസ്സിൽ പിന്നെയും പിന്നെയും ഒരു പ്രതീക്ഷയായി, ഒരു സ്വപ്നമായി വളരാണ് കുഞ്ഞ്. അവൻ ആരാവും എന്നുള്ളതിലേക്ക് ഒരു സൂചന കിട്ടിയാൽ പിതാവ് അതിൽ ആ ഭാവിയെ ചിന്തിച്ചുകൊണ്ടുള്ള പ്രയത്നമാണ് പിന്നെ പിതാവ് കാട്ടിക്കൂട്ടുന്നത്. 13 വയസ്സൊക്കെ എന്ന് പറയുന്നത് ഒരു പിതാവിന്റെ മനസ്സിൽ കുട്ടികളിൽ, പ്രത്യേകിച്ച് ഒരു ആൺകുഞ്ഞാണേ, ഇത്രയും കാലം കാത്തിരുന്നിട്ടുണ്ടായ ആ പൊന്നോമല എന്താകും എന്നുള്ളതിലേക്കുള്ള പിതാവിന്റെ മനസ്സിന്റെ ഉത്സാഹത്തിന് കിടയിടുകയാണ്. അതിന്റെ മുന്നിൽ അള്ളാഹു തടവെക്കുകയാണ് ഈ സ്വപ്നം. മഹാനവറുകൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം നിന്നെ അറുക്കണമെന്ന, എന്താ നിന്റെ അഭിപ്രായം? അങ്ങനെ വളർത്തിയ മോനായതുകൊണ്ട് മോൻ പറഞ്ഞു, സ്വപ്നത്തിൽ എന്താണോ അള്ളാഹു നിർദ്ദേശിച്ചത്, അള്ളാഹ് നിർദ്ദേശിച്ചതൊക്കെ ചെയ്തോ വാപ്പ, എനിക്ക് ഒരു കുഴപ്പമില്ല. രണ്ടുപേരും അതിൽ അള്ളാഹുവിന്റെ മുന്നിൽ വിധേയത്വം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, മഹാനവറുകൾ പൊന്നുപോലെ ചെരിച്ചു കിടത്തി, അല്ലെങ്കിൽ കമിഴ്ത്തി കിടത്തി. ആ അറവിന്റെ കിടത്തലിന്റെ സമാരംഭം, അറവിന്റെ പ്രക്രിയകൾ സാധാരണ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തു തുടങ്ങി. മുറിവേൽക്കുന്നില്ല ശരീരത്തിൽ. ആ സമയം അത്ഭുതപ്പെടുന്നു, സുദീർഘമാക്കുന്നില്ല. നമ്മൾ കേട്ടുപഠിച്ച പോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിക്കുമ്പോൾ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. അള്ളാഹുവിന്റെ പ്രഖ്യാപനം, ഓ ഇബ്രാഹിം നബിയെ. മിനാത്താഴ്വരയിലെത്തുമ്പോൾ ഒരു കുളിർമയാണ്. മിനാത്താഴ്വരയിലെത്തുമ്പോൾ ഒരു നടുക്കമാണ്. മിനയിലെ ആ 3-4 ദിവസത്തെ പാർക്കലിൽ ഒരു ഓർമ്മയാണ്. മിനയിലെത്തിക്കഴിഞ്ഞാൽ ഒരു കരച്ചിലാണ്. ഖലീലുല്ലാഹി തങ്ങളുടെ ആ ശബ്ദം ഇവിടെയല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേണ്ടി മകൻ കിടന്നു കൊടുത്തത് ഇവിടെയല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നത് ഇവിടെയല്ലേ? കുഞ്ഞുമോന്റെ കയ്യെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുക്കാൻ വേണ്ടി പോകുമ്പോൾ പിശാച് വഴിപിഴപ്പിക്കാൻ വന്നത് ജംറയിലല്ലേ? ആ പിശാചിനെ കല്ലെറിഞ്ഞ് ഓടിച്ചതല്ലേ ഇന്ന് ജംറയിൽ കല്ലെറിയുന്നത്? മിനയിൽ നിന്നും ജംറയിലേക്കുള്ള നടത്തമുണ്ടല്ലോ, ചുരുങ്ങിയ ദൂരമാണെങ്കിലും തീഷ്ണമായ പരീക്ഷണത്തിന്റെ ചുവടുവെപ്പുകളിൽ നടന്നെത്താൻ എന്തോ ഒന്ന് കാലിൽ കുടുങ്ങിയ പോലെ മനസ്സിന്റെ അകത്തൊരു ഇബ്രാഹിമി സ്മരണ. അള്ളാഹു നമുക്ക് ജംറയിലും മിനയിലുമൊക്കെ ഇനിയും കൂടാൻ തൗഫീഖ് നൽകട്ടെ. ഒരു വല്ലാത്ത അനുഭവമാണ് മിന. എത്ര ഉള്ളവനും ഇല്ലാത്തവനെ പോലെ, എത്ര വലിയ സമ്പന്നനും ഇല്ലാത്തവനെ പോലെ ആ ഇഹ്റാമിന്റെ വേഷത്തിൽ അവിടെ കിട്ടുന്നതും കഴിച്ച് ഖബറ് പോലെ ഞെരുങ്ങി കിടക്കേണ്ട ഒരു കിടത്തം. മിന കണ്ടവന് ഖബർ എന്താണ്? ഖബർ എന്താണ്? ദുനിയാവിന്റെ ഖബറാണ് മിന. ഇമാമുന ഗസ്സാലി അവിടുത്തെ ഹിയായിൽ പറയുന്നുണ്ട്, മിനയിൽ കിടന്നവർക്കറിയാം എത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും സൗദി സർക്കാരിന് സമ്പത്ത് കൊണ്ടുമല്ലാതെയും കഴിയുമെങ്കിലും മിന അങ്ങനെ പറ്റൂ. മിനയിൽ ഇങ്ങനെയായിരുന്നു എന്ന ഒരു കുറവ് ഒരാളോടും പറയാവതല്ല. മിനയിൽ ഇങ്ങനെയായിരുന്നു എന്നതിന്റെ സൗകര്യക്കുറവ് ഒരാളോടും പറയാവതല്ല. എന്തുകൊണ്ട്? ഹജ്ജ് കബൂലല്ല. മിനയിൽ ചെല്ലുന്ന മനുഷ്യനൊരു ഇബ്രാഹിം നബിയായി മാറുകയാണ് അലൈഹിസ്സലാം. മിനയിൽ ചെല്ലുന്ന മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി അവന്റെ സൗകര്യങ്ങളെ
അവന്റെ രോഗങ്ങളെ പോലും അവൻ മറന്നുകൊണ്ട് അവിടെ ലയിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? മിന ഇബ്രാഹിമി സ്മരണയാണ്. ഖബറിലേക്ക് കിടത്തം പോലെ ഒന്ന് ചെരിയാനോ തിരിയാനോ പറ്റൂല. അത്രയും ആളുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഞെരുക്കി എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നതെന്ന് ചിന്ത പോലും പാടില്ല. ഹജ്ജ് നമുക്ക് കബൂലല്ല. ഒരാളോട് മിനയുടെ കുറവുകളെ കുറിച്ച് പറയാൻ പാടില്ല. അത് കുറവല്ലേ? ഒരു 3-4 ദിവസത്തേക്ക് ഒരു ഇബ്രാഹിം നബിയെ പോലെ നീ ആവുന്ന പറഞ്ഞത്. അത് ഈ സൗകര്യത്തിന് നല്ല നല്ല ബിരിയാണികളും അതും ഇതൊക്കെ സമയാസമയത്തിന് കിട്ടുകയൊക്കെ ചെയ്യും. മിനയിൽ കുറവൊന്നുമില്ല. എന്നാലും മിന വികസിക്കുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കോടി ജനങ്ങൾ വന്നാലും 2 മലകളുടെ ഇടയിലുള്ള ആ ചെറിയ ഭൂമിക അത് വികസിക്കും. അതിങ്ങനെ ഉമ്മയുടെ ഉദരം കുട്ടിയുടെ വളർച്ച അനുസരിച്ച് വികസിക്കുന്ന പോലെ വികസിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മിനയിൽ വീണ്ടും മിന ഒരു അനുഭവം. മിനയിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ മിന ആഗ്രഹിച്ചു പോവാം. അള്ളാഹുവേ, അവിടെയുള്ള ദുആകളുടെ ഒക്കെ പരിഗണന വല്ലാത്ത പരിഗണനയാണ്. അവിടെയുള്ള ദുആഇന്റെ പരിഗണന ഞാൻ ദുആ ചെയ്തിരുന്നു. മിനയിലെ ദുആയിൽപ്പെട്ട ഒരു ദുആ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ കൂടെ ഹജ്ജിന് വരണമെന്ന് ആഗ്രഹിച്ച സഹോദരന് കഴിഞ്ഞ വർഷം ക്യാൻസർ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും അദ്ദേഹത്തിന് കിട്ടിയിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു. ഒരുപാട് ദുആ ചെയ്തു. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവാം, നമ്മുടേതാവാം, ആരുടേതുമാവാം. ഈ വർഷം ആ സഹോദരന് ഹജ്ജിന് കിട്ടി. കുടുംബസമേതം വല്ലാത്ത സന്തോഷമാ. ഇന്നലെ എനിക്ക് വാട്സാപ്പ് ചെയ്തു, മോനെ കീമോ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്യണേ, മറക്കല്ലേ. ഞാൻ ഇന്നലത്തെ ആ മെസ്സേജ് വരലോടുകൂടെ എൻ്റെ മനസ്സിന്റെ സന്തോഷം പോയി. അള്ളാഹുവിന്റെ ഒരു തൗഫീഖാ ഹജ്ജ്. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അള്ളാഹു ആ സഹോദരന്റെ സന്തോഷം സാധിപ്പിച്ചു കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, ഇത്ര ദിവസവും അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ജീവിതത്തിന്റെ സൗകര്യങ്ങളിൽ അള്ളാഹനെ അനുസരിക്കാൻ കിട്ടേണ്ട സമയങ്ങൾ നമ്മൾ അതിന് ആദ്യ അവസരത്തിൽ തന്നെ നിർവഹിക്കണേ. അതിനെ വൈകിക്കാൻ പാടില്ല. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിനെ മറക്കല്ലേ. മറന്ന് ജീവിക്കുന്നവരെ പോലെ നിങ്ങളാവല്ലേ. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് നന്മ ചെയ്യാൻ കഴിയൂല. സൗകര്യങ്ങളേറെ ഉണ്ടായിട്ടും കഴിയാതെ പോകുന്നതെന്തേ? അള്ളാഹുവിനെ മറന്നാൽ നിന്റെ സൗകര്യം നീ തേടി വരുന്നോടത്ത് അല്ല നിന്നെ മറക്കാണ്. അല്ല തരാതെ എന്ത് സൗകര്യം? അല്ല തരാതെ ഒന്നുമില്ല. അല്ല തരാതെ ഒന്നുമില്ല. ഈ മൂക്ക് നാം കാണുമ്പോൾ ആ മൂക്കിന് നാം കാണുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകത നമുക്കില്ല. എത്ര വലിയ അത്ഭുതമാണ് ഈ അവയവം എന്നറിയുമോ? ആയിരക്കണക്കിന് മൂലകങ്ങളും വാതകങ്ങളും നമ്മൾ ഇന്ന് വരെ കാണാതെ നമ്മുടെ മൂക്കിന്റെ തുമ്പിലുണ്ട്. അതിൽ നിന്നും നമ്മുടെ ജീവപ്രാണനായ ഓക്സിജൻ ആ മൂക്ക് വിവേകിച്ച് തിരിച്ചെടുക്കുന്നുണ്ടല്ലോ. അള്ളാഹു കൊടുത്ത ഒരു കഴിവല്ലേ അത്? ആ അവയവത്തിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു വലിയ സെൻസർ അല്ലേ അത്? നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? എന്റെ സഹോദര, അവിടെ ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും കറക്റ്റായതിന്റെ ടൈമിൽ തന്നെ നടന്നില്ലെങ്കിൽ നമുക്ക് ശ്വാസതടസ്സമുണ്ട്. വേണ്ട സമയത്ത് തന്നെ ആ ഓക്സിജൻ കലർപ്പില്ലാതെ മൂക്കിന്റെ അകത്ത് കൂടി പോകുമ്പോൾ പൊടിപടലങ്ങളെ തടഞ്ഞു നിർത്താൻ നമ്മുടെ മൂക്കിന്റെ അകത്തെ രോമം, ശരീരത്തിൽ എവിടെയൊക്കെ രോമമുണ്ടോ അതിനൊക്കെ ഒരു സിറുണ്ട്, ഒരു രഹസ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. മൂക്കിന്റെ അകത്തെ രോമം നമ്മൾ ശരിക്ക് കാണാൻ പോലുമില്ല. അതിനും ഒരു രഹസ്യമുണ്ട്, അതിലൊരു ഈർപ്പമുണ്ട്, എപ്പോഴും ഒരു ഈർപ്പമുണ്ട്. എന്തിനു വേണ്ടി അള്ളാഹു വെച്ചു? അള്ളാഹുവിന്റെ കരുണയാണ്. നമ്മൾ ചോദിക്കാനിട്ടും അവൻ നമുക്ക് ചെയ്തു തരികയല്ലേ? നമ്മൾ അള്ളാഹുവോട് കൈ ഉയർത്തി ആവശ്യപ്പെടാനിട്ടും അവൻ ഇടപെടുകയല്ലേ? അള്ളാഹുവേ, നിന്റെ കരുണയെ ഓർമ്മപ്പെടുത്തുന്ന 10 ദിനങ്ങൾ. അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റഹീമീൻ. അള്ളാഹുവേ, നീ കരുണ ചെയ്യണേ. പരിശുദ്ധ റമളാൻ, ശഅബാനും റജബും നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തലുകളാ. ഉണരണേ, നീ ഡ്രസ്സ് മാറണേ. റമളാൻ എന്ന വാഹനം വരുന്നേ, നീ ഉണർന്നില്ല, ഡ്രസ്സ് മാറിയില്ല.
പഴഞ്ചനായ വസ്ത്രത്തോടുകൂടെ തന്നെ നീ റമളാന്റെ വാതിൽക്കിലെത്തി നിൽക്കുമ്പോഴും ആ വാഹനത്തിലേക്ക് വീണ്ടും അല്ലാഹു നിന്നെ കയറ്റി ആ വാഹനത്തിൽ കയറാനുള്ള ഒരുക്കങ്ങളുള്ളവർക്കേ കയറാൻ കഴിയൂ. എന്നിട്ടും അല്ലാഹു ആ വാഹനത്തിൽ കയറ്റി. എന്തുകൊണ്ട്? ആ റമളാൻ എന്ന വാഹനത്തിന്റെ 3 പാർട്ടുകളിൽ നീ ഇപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്ന പാർട്ട് റഹ്മത്തിന്റെ പാർട്ടാ, കരുണയുടെ പാർട്ടാ. അല്ലാഹു ആ ഭാഗത്ത് വെച്ച് നീ ഒരുങ്ങാത്തതിനെ ഒരുക്കുകയാണ്. നീ നിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് റജബിലും ശഅബാനിലും റമളാനിന് വേണ്ടി ഒരുങ്ങാതിരുന്നതിനെ അവൻ ഈ വാഹനത്തിന്റെ ആദ്യ പാർട്ടിൽ നീ കാല് വെച്ചോടത്ത് ഒരുങ്ങാനുള്ള സംവിധാനം അവന്റെ ഔദാര്യമായി നീ അനുസരണ കേട് കാണിച്ചിട്ടും അവിടെ വെച്ച് അവൻ സാധിപ്പിച്ചു തരികയാണ്. നിന്നെ അവൻ ഒരുക്കുകയാണ്. ആ വാഹനത്തിന്റെ സഞ്ചാരയോഗ്യമായ കാര്യങ്ങളിലേക്ക് നിന്നെ അവൻ തയ്യാറാക്കുകയാണ്, നിന്നെ കുളിപ്പിക്കുകയാണ്. ആ വാഹനത്തിൽ പോകാനുള്ള ഉടുപ്പ് അവൻ നിന്നെ ധരിപ്പിക്കുകയാണ്. അതിനുവേണ്ടി അവൻ ആ മാസത്തിന്റെ ആ വാഹനത്തിന്റെ 3 ഭാഗം മാറ്റിവെച്ചു. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 നബിയുനാ റസൂലുള്ളാഹി വഔസതുഹു മഗ്ഫിറ, നടുവിലുള്ളത് നിന്റെ പാപങ്ങളെ നീ ഓർത്തുകൊണ്ട് അല്ലാഹുവോട് പൊറുക്കാൻ തേടേണ്ട 10 അവസാനത്തെ 10 എഴുത്തുക്കും മിനന്നാർ, അല്ലാഹു നരകമോചനം തരട്ടെ, അല്ലാഹു നരകമോചനം തരട്ടെ. അനുസരണ വേണം, അനുസരണ വേണം. അല്ലാഹുവിലേക്ക് പടച്ചോനെ പേടിക്കണം. ഒരല്പം, ഒരു ചെറുത് മതി, അതങ്ങനെ വികസിക്കും. ചെറുതീന്ന് തുടങ്ങാം. അള്ളാനെ പേടിച്ചത് കൊണ്ട് ഞാനത് കാണാൻ നിന്നില്ല. ഒരു കാര്യത്തിൽ ഒരു ദിവസം ചെയ്താൽ മതി. 2ാമത്തെ ദിവസം ആ ഓർമ്മ നിലനിർത്തുന്നുണ്ടെങ്കിൽ 2ാമത്തെ ദിവസം നമ്മൾ 2 എണ്ണം ചെയ്യും. അള്ളാനെ അനുസരിക്കുന്നു, പേടിക്കുന്നു, അതിന്റെ പേരിൽ ഞാൻ ആ ഭാഗത്തേക്കില്ല. ആ 2 കാര്യങ്ങൾ നമ്മൾ 2 ദിവസം അനുസരിച്ച 3ാമത്തെ ദിവസം മാറും. 40 ദിവസം അങ്ങനെ ചെയ്ത ആ മനുഷ്യൻ പറയുന്നത് ഫലിക്കുമെന്ന് പുണ്യനബി. 40 ദിവസം ആ മനുഷ്യൻ ദ്വാര ഇങ്ങനെ ജീവിച്ചിട്ട് 40 ദിവസം അയാൾ ജീവിച്ചു. 40ന്റെ അന്ന് അദ്ദേഹം ദ്വാരക്കുന്ന അതുപോലെ തന്നെ സംഭവിച്ചിരിക്കും എന്ന് പരിശുദ്ധ റസൂൽ. അയാളുടെ വർത്താനം വെറും വർത്താനാവില്ല എന്ന് പരിശുദ്ധ റസൂൽ. 40 ദിവസങ്ങൾ കൊണ്ട് അത്ഭുതം കാണിക്കാൻ പരിശുദ്ധ റമദാനിന്റെ ആദ്യ ഭാഗങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്കുള്ളൊരു വിശകലനമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അനുസരണ എന്നതിൽ ലോകം ഞെട്ടിത്തെറിച്ച അനുസരണയാണ് ഇബ്രാഹിം നബി മകനെ അറുക്കാൻ കാണിച്ച അള്ളാഹുവോടുള്ള അനുസരണ. അതിനുവേണ്ടി മകൻ വിധേയത്വം കാണിച്ച അനുസരണ. ഇനി നമ്മുടെ അനുസരണ അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കാം. അള്ളാഹിനെ റസൂലിനെയും കൂടി അനുസരിക്കാൻ എന്നതിനെ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി അതിനെ വീണ്ടും കൺവെർട്ട് ചെയ്തിട്ട് പറഞ്ഞു റസൂലിനെ മാത്രം അനുസരിച്ചാൽ മതി. അപ്പോഴോ അള്ളാഹിനെ അനുസരിക്കലായി. ഇത് ആയത്താണ്, ഖുർആന്റെ ആയത്താണ്. കാരണം റസൂല് പറഞ്ഞത് അള്ളാഹിനെ അനുസരിക്കാനാണ്. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്, ടോട്ടലി പറഞ്ഞത് നമ്മളുടെ അനുസരണ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അത്ഈഉല്ലാഹ വഅത്ഈഉർ റസൂൽ ഫഇൻ തവല്ലൂ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين. റസൂലിനെ അനുസരിക്കാൻ എന്തൊരു അനുസരണ. മദീനത്തെ പള്ളിയിൽ നിന്നും ഒരു വിളി വന്നു. ഒരിക്കൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, അലൈക്കും ബിൽ മജ്ലിസ്, അലൈക്കും ബിൽ മസ്ജിദ്. എല്ലാവരും വേഗം പള്ളിയിലേക്ക് വരണേ. ഒന്ന് പതുക്കെ പറഞ്ഞാൽ മതി, കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിക്കുന്ന ഒരു അനുസരണ. ചില അനുസരണ അങ്ങനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ജബൽ അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ഒരു മനുഷ്യൻ ഒന്നേ വിളിച്ചു ഹജ്ജിന് വരാൻ. അത് കേട്ടവർ അനുസരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ വർഷവും പോസ്റ്റർ ഒട്ടിച്ച് ഫ്ലക്സുകൾ വെച്ച് ഹജ്ജിന്റെ ടൈമായി ഈ കൊല്ലം ആദായ രീതിയിൽ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാം, ഓഫർ കൊടുക്കണ്ട. ഒഴുകാണ്. എന്തുകൊണ്ട്? ആ ഒരൊറ്റ മനുഷ്യന്റെ വിളിയുടെ ശക്തിയാണ്. ആ വിളിയിൽ ഒരു സൃഷ്ടി കാട്ടുന്ന അനുസരണയാണ് സയ്യിദുനാ ഇബ്രാഹിം. ആ നാവ് പൊന്നാ. ആ നാവ് കൊണ്ടല്ലേ ആ അനുസരണയ്ക്ക് വേണ്ടിയുള്ള വിളിയെ, ആ അനുസരണയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനത്തെ അള്ളാഹു നിയോഗിച്ചത്.
ഒരു വല്ലാത്ത വിളി, അനുസരണ, വല്ലാത്ത അനുസരണം. അള്ളാഹുവിനെ അനുസരിക്കുന്നവനെല്ലാം അനുസരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്നവനെല്ലാം അനുസരിക്കും. റബ്ബിന് തഖ്വ ചെയ്തു എന്നാൽ പിന്നെ രാജാക്കളും അടിമപ്പെടുന്നതു തന്നെ. എല്ലാവരും വഴിപ്പെട്ടു പോകും. അള്ളാഹുവിനനുസരിച്ചാൽ ഭയപ്പെട്ടു പോകും അവനെ ഏതൊരു വസ്തു. അത് ആന, കടുവ, സിംഹമെന്നാൽ തന്നെയും. അങ്ങനെയാണ് സുഫൈന റളിയല്ലാഹു അൻഹ സഞ്ചരിച്ച കപ്പൽ തകർന്നു. ഇമാം ഹക്കീമിന്റെ മുസ്തദരക്കിലുണ്ട്, ഒരു മരക്കഷ്ണം കിട്ടി അതിൽ കമിഴ്ന്നു കിടന്നു. അതിങ്ങനെ ഓളത്തിൽ ഒഴുകി ഒഴുകി വന്നു, ഒരു ദ്വീപിലേക്കെത്തി. ദ്വീപിൽ ഒരു വലിയ സിംഹമുണ്ട്. ദിവസങ്ങളായി അവൻ ഭക്ഷണം കഴിച്ചിട്ട് അവനിങ്ങനെ കാത്തു നിൽക്കാ കരയോട് ചേർന്ന്. എന്തിനാണെന്നറിയുമോ? ഒഴുകി വരുന്ന ഇരയെ തിന്നാൻ. പക്ഷെ ഒഴുകി വരുന്നത് മഹ്ദിയായ സുഫൈന റളിയല്ലാഹു അൻഹ, മഹ്ദി അവറുകളാണ്. ഇമാം ഹാക്കിമിന്റെ മുസ്തദരക്കിൽ ഹദീസുണ്ട്, മഹ്ദി അവറുകളെ കണ്ടതോടുകൂടെ സിംഹം മുരടി മാറി നിന്നു. ഒരു അലർച്ച ഉണ്ടല്ലോ, ഒരു ശബ്ദം. എന്നിട്ട് പറഞ്ഞു എനിക്ക് പോകേണ്ടിടത്ത് നീ എത്തിക്കണേ. സിംഹം അതേ തടിയിൽ തന്നെ മഹ്ദി അവറുകളെ കിടത്തിയിട്ട് അതിങ്ങനെ ഒഴുക്കിനോട് നീന്തിയും അരികു പറ്റിയും നിന്നുകൊണ്ടതിങ്ങനെ തുഴഞ്ഞു കൊടുത്തു. അവസാനം ഒഴുകി ഇനി കരയുടെ യഥാർത്ഥ ഭൂമിയിലേക്കെത്താൻ, കര പറ്റാനുള്ള ഒഴുക്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു മുരടൽ, ഒരു യാത്ര പറയുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടുവെന്ന് മഹ്ദി അവറുകൾ പറയുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ശകലങ്ങളിൽ കാണാം. അനുസരണയാണ്. എല്ലാവരും അനുസരിച്ചേ പറ്റൂ, എല്ലാവരും അവനനുസരിച്ചേ പറ്റൂ, എല്ലാവരും അവനെ പേടിച്ചേ പറ്റൂ, എല്ലാവരും അവനെ പേടിച്ചേ പറ്റൂ. അനുസരിച്ചു പോകുമല്ലോ. പള്ളി കയറ്റാൻ പറമ്പ് കൊടുത്തു, ഇരിക്കാൻ ഇരിപ്പിടം കൊടുത്തു. അപ്പുവിനെ വിളിച്ച് ഇളനീര് വെട്ടാൻ പറഞ്ഞു. അപ്പു ഇളനീര് വെട്ടി അത് കുടിച്ചു. ഒന്നും പറഞ്ഞതില്ല. ആ മുഖത്ത് നിന്നും പുറത്തേക്ക് വന്ന ഒരു പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശമായി ഇപ്പോൾ ഇവിടെ ചൈരമാൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ സംവാദത്തിന്റെ വാചാലത, ആ മുഖത്തിന്റെ പ്രകാശം മഹാനായ മാലിക് ബിൻ ദീനാർ, മഹാനായ മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹുമാ, ആ മുഖത്തിന്റെ ഒരു പ്രസന്നതയുണ്ടല്ലോ, ആ ചിരി പറയുന്ന 1000 പ്രഭാഷണമുണ്ടല്ലോ, ആ നിശബ്ദത നിറഞ്ഞ മുഖത്തിന്റെ വാചാലതയുണ്ടല്ലോ. ചക്രവർത്തി കലിമ ചൊല്ലാൻ ഇനി അവിടെ ഒരു പ്രഭാഷണം വേണ്ട. ആ മുഖത്ത് നിന്നും പ്രസരിക്കുന്ന വെളിച്ചം ഹൃദയത്തിന്റെ അകത്തൊരു വിശാലത ഉണ്ടാക്കിയിട്ടുണ്ടേ. ഒന്ന് കണ്ടാൽ മതിയേ, ഒന്ന് നോക്കിയാൽ മതി. ഇമാം ഗസാലി ചില മഹാന്മാരെ നമ്മുടെ ഈ വിഷയത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് വരാം. ഏതായാലും നമ്മോട് പറഞ്ഞു, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണേ. ഫൈൻ തവല്ലൗ, നിങ്ങളെങ്ങാനും അനുസരിക്കാതെ പുറംതിരിഞ്ഞു നടന്നാൽ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും, അനുസരിക്കാൻ പറയാൻ വന്ന നബിക്ക് പറയലേ ഉള്ളു ബാധ്യത. ആ ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞു. ആ ബാധ്യത നിർവഹിച്ചോ എന്ന് ചോദിക്കും ഹബീബിനെ. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ. സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്താണ് ഞാൻ ഇത് ഓതിയത്. ആരാണ് ഈ ആയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഇപ്പൊ ഓതിയതെന്നറിയുമോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. അള്ളാഹുവിന്റെ ഹബീബ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇഖ്റഅ അലയ്യ, പൊന്നുമോനെ ഒന്ന് ഓതിയേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഞാൻ തിരിച്ചു ചോദിച്ചു, അഖ്റഅ അലൈക, ഞാൻ അങ്ങേക്ക് ഓതിത്തരണോ? അലൈക ഉൻസില, ഇഖ്റഅ ബിസ്മിയുടെ നായകരെ, അങ്ങേക്ക് ഞാൻ ഓതിത്തരണോ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഇന്നി അസ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാൾ ഓതുന്നതും കേട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാ. നബിയുനാ റസൂലുള്ളാഹി
അങ്ങനെ ഞാൻ ഓതാൻ തുടങ്ങി. സൂറത്തുൻ നിസാ 39-40 ആയത്തുകളിലേക്ക് എത്തിയപ്പോൾ ആയത്ത് പിന്നെ പറയുന്നത് മഹ്ശറയിലെ വിചാരണ. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. എല്ലാ നബിമാരെയും വിസ്തരിക്കും, അങ്ങയെയും വിസ്തരിക്കും. അങ്ങനെ ഒരു മഹ്ശറ വരാനുണ്ട് നബിയേ എന്ന് പറയുന്ന ഖുർആന്റെ സൂറത്തുൻ നിസാഇന്റെ ആയത്ത് കേട്ടു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അംസിക് അംസിക് അംസിക്, നിർത്ത് മോനെ, നിർത്തടോ. ഫറഅയ്തു ഐനൈഹി തദ്റുഫാനി, മഹ്ശറയിലെ അവിടുത്തെ വിചാരണയെ പറയുന്ന ആയത്ത് കേട്ട് അവിടുന്ന് കരയുന്ന കണ്ണുനീര് കുതിർന്ന് വീഴുന്നതും അവിടുന്ന് കുതറി കുതറി അവിടുന്ന് വിതുമ്പി വിതുമ്പി ആ ചുണ്ടുകൾ തേങ്ങി തേങ്ങി കരയുന്നതും ഞാൻ കണ്ടു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അവിടുത്തെ വിചാരണ ചെയ്യും എത്തിച്ചു കൊടുത്തില്ലേ? പള്ളി നടയിൽ എത്തിച്ചില്ലേ? എത്തിയിട്ടുണ്ടല്ലോ. എവിടെയാ എത്താത്തത്? നമ്മൾ അറിഞ്ഞില്ലേ ഇങ്ങനെ ഒരു അല്ലാഹ് ഉള്ളതായി? നമ്മൾ അറിഞ്ഞില്ലേ ഒരു ഹയ്യ അല സ്വലയുടെ ധ്വനി? നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെന്നാണ്, നിസ്കരിക്കണമെന്നാണ്. നമ്മൾ അറിഞ്ഞില്ലേ നമ്മുടെ ജീവിതത്തിൽ നോമ്പ് ഫർളാണെന്ന്? അറിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾക്ക് പറയാം, അറിഞ്ഞില്ല എന്ന് നമുക്ക് നിഷേധിക്കാവതല്ല. കാരണം എന്താ? അറിഞ്ഞതിനെ സാക്ഷി പറയാൻ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹുവിന്റെ കോടതിയിൽ കയ്യ് സംസാരിക്കുമെന്ന് ഖുർആൻ. ഉസ്താദെ, കയ്യ് വർത്താനം പറയണെങ്ങനെ? പാമ്പിന്റെ ചെവി അതിന്റെ തൊക്കാണ്, തൊലിയാണ്. കേൾക്കാനത് അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നടക്കാനത് അതിന്റെ തൊലി ഉപയോഗിക്കുന്ന സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹ്. മൂക്കുള്ളത് മണം പിടിക്കാൻ, ശ്വസിക്കാൻ. എന്നിട്ടും കയ്യ് ചെയ്യുന്ന പണി മൂക്കുകൊണ്ട് ചെയ്യുന്ന ആന. അത് നടത്താൻ അല്ലാഹു ഈ ഭൂമിയിൽ നമ്മുടെ മുന്നിൽ അത്ഭുതത്തിന്റെ ആ ഒരു ക്രമീകരണം നടത്തിയ അല്ലാഹ് തന്നെ മഹ്ശറയിൽ ഇനി നാവ് മിണ്ടണ്ട, കയ്യ് മിണ്ടിയാൽ മതി എന്ന സംവിധാനം കൊണ്ടുവരികയാണ്. കയ്യേ, നീ പറഞ്ഞതിന് ഞാൻ സാക്ഷിയാണ്. വതശ്ഹദു അർജുലുഹും, കാല് സാക്ഷി പറയുമെന്ന് ഖുർആൻ. അള്ളാന്റെ ഹബീബിനെ എത്തിച്ചു കൊടുക്കലാ വഴിയുള്ളൂ. എത്തിയത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. എങ്ങനെ അള്ളാനെ അനുസരിക്കാം? അള്ളാനെ അനുസരിക്കണമല്ലോ. അള്ളാനെ അനുസരിക്കാൻ കേട്ടോളൂ. മയ്യുതുഇർ റസൂൽ ഫഖദ് അതാഅ അല്ലാഹ്. മയ്യുതുഇർ റസൂൽ ഫഖദ് അതാഅ അല്ലാഹ്. റസൂലിനെ അനുസരിച്ചാൽ മതി, അല്ലാഹുവിനെ അനുസരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. വമൻ തവല്ലാ ഫമാ അർസൽനാക അലൈഹിം ഹഫീദാ. ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ ആ ആളുടെ പിന്നാലെ പോയി വലിച്ചിഴച്ചു കൊണ്ടുവരാൻ അങ്ങയെ ഏൽപ്പിച്ചിട്ടില്ല നബിയേ. പള്ളിയിൽ നിന്നും പ്രഖ്യാപനം വന്നു, എല്ലാവരും പള്ളിയിൽ വരണേ. അങ്ങനൊരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന്റെ ശക്തി നോക്കണേ. എല്ലാവരും ഓടിയോടുത്തുന്നോടി. പിന്നെയും ഓട്ടമാണ്. കിതച്ചു വര. നാം അനുഭവിക്കുന്ന ഈ വെയിലിന്റെ ചൂടല്ല. പരിശുദ്ധ മസ്ജിദുൻ നബവി ഭൂമധ്യരേഖയുടെ ഏറ്റവും ഉഷ്ണം നിറഞ്ഞു നിൽക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഭൂമിയുടെ ജോഗ്രഫിക്കലായ മെത്തേഡിൽ ഏറ്റവും ഉഷ്ണമുള്ള ഭാഗം പരിശുദ്ധ മദീന. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം ഈ തെപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കൊച്ചു പള്ളിയിലേക്ക്, തേനീച്ച കൂട്ടിലേക്ക് തേനീച്ച പറന്നു വരുന്ന പോലെ എല്ലാവരും വന്ന് അടുത്തടുത്തിരിക്കാൻ, ആ ചൂടത്തും എല്ലാവരും തിങ്ങി നിറയാൻ, മസ്ജിദുൻ നബവിയുടെ അകത്തളം വീർപ്പുമുട്ടാൻ. ഓരോരുത്തർ ഓടുമ്പോൾ ഏത് ഓട്ടത്തിലും ആദ്യം വന്നുകൊണ്ട് ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ഔസ് ബിൻ അസ്വദ് അന്ന് അകലെയായി പോയി. വിളി കേട്ടത് അവസാനമായി പോയി. ഔസ് ബിൻ അസ്വദ് ഓടി വന്നു. സ്വഹാബികൾ പള്ളി നിറഞ്ഞപ്പോൾ അലൈക്കും ബിൽ മജ്ലിസ്, അവിടെ ഇരിക്കൂ എന്ന പ്രഖ്യാപനം അകത്തു നിന്നും ലോകത്തിന്റെ ചക്രവർത്തിയെ നബിയുനാ റസൂലുള്ളാഹി. ആ ശബ്ദവീജികൾ കേട്ടത് പൊരിവെയിലത്ത് പുറത്തു നിന്ന് ഔസ് ബിൻ അസ്വദ് അവിടെ ഇരുന്നു. പൊള്ളലൊന്നും പ്രശ്നമല്ല,
മഹാനവറുകൾ ആസ്വദിച്ചു കേട്ടു. പള്ളിയുടെ അകത്തെ ഉപദേശത്തെ ഒരു പരാപരമായ ചെറിയ ശബ്ദത്തിൽ, പുറത്തേക്ക് വന്ന ചെറിയ ശബ്ദത്തിൽ മഹാനവറുകൾ സശ്രദ്ധം കേട്ടു, സന്തോഷിച്ചു. ആ പ്രാർത്ഥനയിൽ കരഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞു സദസ്സ് വിരിഞ്ഞു. അകത്തേക്ക് കയറി ചെന്ന കൈത്തൊണ്ടൊന്ന് അമർത്തിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തിട്ടൊന്ന് സലാം പറഞ്ഞ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പുണ്യം നുകർന്നിട്ട് പോവണമെന്ന് കരുതി പുണ്യപ്പൂമാന്റെ മുന്നിലേക്ക് മെല്ലെ മെല്ലെ ഔസ് ബിൻ അസ്വദ് ചെന്നു. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, എപ്പോഴും മുന്നിൽ കണ്ട മോനെ ഇന്ന് മുന്നിൽ കണ്ടില്ലല്ലോ. വന്നു നബിയേ ഇരിക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തായിരുന്നു, അവിടെ അങ്ങ് ഇരുന്നു പോയി, അതിനപ്പുറത്തേക്ക് ചലിക്കാൻ എനിക്ക് അനുവാദമില്ലല്ലോ, അങ്ങയെ അനുസരിക്കണമല്ലോ. റസൂലുള്ളാഹി സന്തോഷിച്ചു പോയി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹുവിന്റെ ഹബീബ് അണച്ചു പിടിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, ലൈസ ബി ഔസ് അന്ത മുതീഅ്. നിന്റെ പേര് ഔസ് എന്നല്ല, നിന്റെ പേര് ഞാൻ മാറ്റി അള്ളാന്റെ റസൂലിനെ അനുസരിച്ചവൻ എന്ന അർത്ഥമുള്ള മുതീഅ് എന്നാണ് നിന്റെ പേര്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹബീബായ നബിയെ അനുസരിച്ചു. രസകരമായ ഹദീസ് ഞാൻ പറയാം. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുന്നവരാ നമ്മൾ. ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം. അള്ളാഹുവിന്റെ ഖുർആൻ കൃത്യമായി അനുസരിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് നമുക്ക് നിർബന്ധമായതും സുന്നത്തായതുമൊക്കെ ഹബീബായ നബി തങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കി ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കാം. സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കാം. കേട്ടോളൂ, എന്ത് രസകരമായാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ യാത്രയാ. അപ്പോഴാണ് ഈ ഹദീസ് പിറക്കുന്നത്. ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം ഈ ഹദീസ്. മുആദ് ബിൻ ജബൽ എന്ന സ്വഹാബി റസൂലുള്ളാഹിയുടെ കൂടെ യാത്രയില സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഈ ഹദീസ് ജന്മമെടുക്കുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഹബീബിന്റെ കൂടെ യാത്രയാ. ഇന്നലെ രാത്രി മുഴുവൻ യാത്ര. സുബഹിയുടെ നേരമായപ്പോൾ ഫഅസ്ബഹതു യൗമൻ ഖരീബൻ മിൻഹു. അന്ന് സുബഹിയുടെ നേരമായപ്പോൾ നബിയോട് ഞാൻ ചേർന്ന ആ ഒരു അവസരം അതിന് മുമ്പൊരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ചേർന്നിരിക്കാൻ എനിക്ക് കിട്ടിയപ്പോ, അള്ളാന്റെ ഹബീബിനോട് പലതും ചോദിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ, ഞങ്ങൾ യാത്രയിലാണ്, വനഹ്നു നസീർ, ഞങ്ങളിപ്പോഴും യാത്രയിലാണ്, എന്നാലും ഹബീബിനോട് ചേർന്നിരിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ ഞാനത് കളഞ്ഞില്ല. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനീ ബിഅമലി യുദ്ഖിലുനിൽ ജന്ന. നബിയേ, ഒരു അമല് കൊണ്ട് സ്വർഗത്തിൽ പോവാൻ പറ്റുമോ നബിയേ? ആ ഒരു അമല് കൊണ്ട് നരകത്തിൽ നിന്ന് അകലാൻ പറ്റുമോ? അങ്ങനെ വല്ല ഒറ്റ അമലുണ്ടോ നബിയേ? ഒരു വല്ലാത്ത ചോദ്യം കേട്ടോ. ഒരുപാട് അമല് നമുക്ക് ചെയ്യാനുണ്ട്, എന്നിട്ട് തന്നെ സ്വർഗത്തിന്റെ ഒരു ഉറപ്പുള്ളതല്ല. ഒരുപാട് അമല് ചെയ്യാനുണ്ട്, എന്നാൽ സ്വർഗം ഉറപ്പില്ല. ലൻ യുദ്ഖില അഹദന അമലുഹുൽ ജന്ന എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെയും അവന്റെ അമല് കൊണ്ട് സ്വർഗത്തിലേക്ക് അള്ളാഹു പറഞ്ഞു വിടൂല എന്നാ പറഞ്ഞത്. വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും അതുപോലെയാണോ? അമല് ചെയ്താൽ സ്വർഗത്തിൽ പോവില്ല എന്നതിൽ അങ്ങും നിയമത്തിൽ സമനാണോ? സമമായി നിൽക്കുന്ന ആളാണോ? വലാ അന, ഞാനും അമല് കൊണ്ട് സ്വർഗത്തിലേക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഫള് റഹ്മത്ത് കൊണ്ട് അവൻ എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും സ്വർഗത്തിലേക്കില്ല. അമല് കൊണ്ട് സ്വർഗമില്ല എന്ന് പറഞ്ഞ നബിയോട് സ്വഹാബി ചോദിക്കാൻ, നബിയെ, നരകത്തിൽ നിന്നും അകന്ന് നിൽക്കുകയും വേണം, സ്വർഗത്തിലേക്ക് കയറുകയും വേണം, അതിന് പറ്റിയ ഒരു അമലുണ്ടെങ്കിൽ പറയാമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, ലഖദ് സഅൽതനി അൻ അലീം. നല്ലൊരു ഹാലിലിരിക്കുമ്പോൾ, നല്ലൊരു സന്തോഷത്തിലിരിക്കുമ്പോൾ നബിയോട് ചേർന്നിരിക്കാൻ കിട്ടി, എന്തും ചോദിക്കാൻ പറ്റിയ ഒരു അവസരത്തിലാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ പറഞ്ഞു, മോനെ, നീ ചോദിച്ചത് വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമൊന്നുമല്ല നീ ചോദിച്ചത്. അൻ അലീം, ഒരു വലിയ കാര്യം. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു വലിയക്കോട്ട കാര്യം നീ പറഞ്ഞു, അങ്ങനല്ലേ ഒരു വാക്ക് വലിയക്കോട്ട എന്ന് പറയണ ആ ഒരു പ്രയോഗമുണ്ട്. ഒരു വലിയൊരു കാര്യം. ഞങ്ങളുടെ നാട്ടിൽ പറയണേ മതിയായ കാര്യം എന്ന് പറയാം, മതിയായ കാര്യം. അങ്ങനെ ഒരു പ്രയോഗം കൊണ്ട് വരുമ്പോൾ ആ ഒരു മാറ്റയുടെ ഭാഗത്ത് എന്ത് മതിയായത് അങ്ങനെ പറയുന്ന പഴയ ഒരു വർത്താനമുണ്ട്. വലുത് എന്നൊറ്റ വാക്കിനെ എന്ത് പറയും? ഇത്തിരി ആശ്ചര്യം കൂടുമ്പോൾ എന്ത് പറയും? മതിയായത്, മതിയായത് അങ്ങനെ പറയും. പാലക്കാട് ഭാഗത്തേക്ക് ഒരു പെരും കല്യാണത്തിന് പോയി പറയും, അങ്ങനെയുണ്ട്. അതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണ് അലീം, ഒരു ഭയങ്കര കാര്യം എന്ന് ചോദിച്ചത്.
ചെറിയ കാര്യമൊന്നുമല്ല നീ ചോദിച്ചത്, വലിയൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ വലിയ കാര്യമൊന്നും പറയാനില്ല. അള്ളാഹു എളുപ്പാക്കിയത് ആർക്കും എളുപ്പാട്ടും. അതും കൂടി പറഞ്ഞു. അള്ളാഹു നമുക്ക് എളുപ്പാക്കി തരട്ടെ. അള്ളാഹു എളുപ്പമാക്കിയാൽ അത് ആർക്കും എളുപ്പം. അങ്ങനത്തെ ഒരു കാര്യം നീ ചോദിച്ചത്. അള്ളാഹുവിന്റെ തൗഹീദ് നീ അംഗീകരിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ചേരണേ. അള്ളാഹുവിന് ആരാധനയിൽ പങ്കുകാരെ ചേർക്കല്ലേ, ജ്യോത്സ്യരെ സമീപിക്കല്ലേ, കണിയാന്റെ പിന്നാലെ പോവല്ലേ, അമ്പലത്തിലേക്കുള്ള വഴിപാടിൽ കൂടല്ലേ, ശിർക്കിലേക്ക് നീ പോവല്ലേ, തൗഹീദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ കൂടണേ. വതുഖീമസ്സലാ നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കണേ. സക്കാത്തിന്റെ സന്ദർഭവും സാഹചര്യവും ഒത്തുവന്നാൽ കൃത്യമായി അത് നിർവഹിക്കണേ. റമളാനിലെ നോമ്പെടുക്കണേ. ഹജ്ജ് നിർവഹിക്കാനുള്ള സാഹചര്യം ഒത്തിട്ടുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണേ. അതായത് ഇസ്ലാംകാരെ 5 ചെയ്താലാണ് എന്താവുള്ളൂ, ഒരാൾക്ക് വേഗം ഈ പറയപ്പെട്ട സ്വർഗപ്രവേശവും നരകത്തിൽ നിന്നുള്ള അകലവും. ഫർളായി പറഞ്ഞത് മുഴുവൻ അങ്ങനെ പറഞ്ഞത്. അതിൽ നിന്നും ഒഴിവായിട്ടൊരു വേറൊരു കുറുക്കുവഴിയില്ല. അങ്ങനെ നീ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, സുമ്മ ഖാല ഫർള് മുഴുവൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന പറഞ്ഞിട്ട് പിന്നെ പറയുന്ന 3 അമലുണ്ട് സ്വർഗത്തിലേക്ക് എളുപ്പമാക്കും. സ്വർഗത്തിലേക്ക് എളുപ്പമാക്കാൻ 3 അമലുകൾ അതിനുശേഷം പറയുന്നുണ്ട്. നേട്ടങ്ങളുടെ കവാടം തുറക്കാൻ, ലാഭത്തിന്റെ കവാടം തുറക്കാൻ, വലിയ കൂലിയുടെ പ്രവാഹം ഒഴുകിയെത്താൻ ഒരു വാതിൽ മുട്ടണമെങ്കിൽ അങ്ങനൊരു വാതിൽ തുറക്കാൻ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അസ്സൗമു ജുന്നാ, നോമ്പ് നീ ശ്രദ്ധിച്ചു പിടിച്ചോ. ഫർളായ നോമ്പിന്റെ ഫർളിന്റെ കൂടെ ഒന്നങ്ങോട്ട് കനത്തിൽ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചോ. തെറ്റുകുറ്റങ്ങൾ വരാതെ അമലുകൾ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടുകൂടെ. റമദാൻ വരുന്നതിൽ സന്തോഷം ഉണ്ടല്ലോ, റമദാൻ വരുന്നതിൽ സന്തോഷം ഉണ്ടാവണം കേട്ടോ, ഇല്ലെങ്കിൽ സ്വർഗം കിട്ടൂല. റമദാൻ വരുന്നതിൽ സന്തോഷം ഉണ്ടാവണം. ഇതിപ്പോ ഈ ചൂടത്ത് എന്തുകൂട്ട ചെയ്യാല്ല, മഴക്കാലത്ത് റമദാൻ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ അനുഭവിക്കണം നമ്മൾ. 60 വയസ്സ് ജീവിക്കുമ്പോൾ ഏകദേശം ഒരു 50 റമദാൻ നമ്മൾ 50 കോലത്തിലെ പിടിക്കാം. 50 കോലത്തിലാ. റമദാന്റെ നോമ്പൊന്ന് ഇത്തിരി കൂടി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കൂലി കിട്ടുന്നതാണോ അല്ലയോ എന്ന ഒരു പരിശോധന നടത്താൻ ഏതൊരു പ്രവൃത്തിയുടെയും ഒരല്പം മുമ്പ്, ഏതൊരു വർത്താനത്തിന്റെയും ഒരല്പം മുമ്പ് ഇത് കൂലി കിട്ടോ ഇല്ലയോ, ഇതുകൊണ്ട് ഞാൻ ഇടങ്ങാറാവോ, പടച്ചോനെന്നെ ശിക്ഷിക്കോ, ഞാനിത് പറയാൻ പറ്റോ ഇല്ലയോ, ഒന്ന് ആലോചിക്കാനുള്ളൊരു ബോധം, ഒരു വിവേകം മനസ്സിനെ നേരത്തെ പഠിപ്പിച്ചു വയ്ക്കണം. ഇപ്പൊ അവരവിടെ നിന്ന് വർത്താനം പറയണ്ട, ഞാനിപ്പോ അവിടെ കൂടിയാ ഞാനും അതിനകത്ത് എന്തിനും പറയേണ്ടി വരും. എന്നാ ഇവിടെ നിന്ന് അസ്സലാമു അലൈക്കും ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് പതുക്കെ ഒന്ന് കൂട്ടായി പതുക്കെ പുറത്തേക്ക് കടന്നു പോവാ എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അവിടെ എളുപ്പം. അല്ലെ അവിടെ മറ്റേ ആളെ അവിടെ അറുത്തോണ്ടിരിക്കാരെ അല്ല കാക്കാനെ അവിടെ എന്ത് ചെയ്യാ, പച്ചയിറച്ചി വന്നിട്ട് ഞാൻ പോയി അവിടെ ശരിയാണെന്നെങ്കിലും പറയേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ ഒരു ഹിക്കമത്ത് കാണിക്കുക, എന്ത് കയ്യിൽ വാച്ച് ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും ഞാൻ പിന്നെ വരാട്ടോ. അപ്പൊ എന്തോ ഇത് പറയാനും നിൽക്കണ്ട, എന്ത് മൂപ്പരെന്തോ തിരക്കുള്ള ആളാ, അപ്പൊ വാച്ചിലേക്ക് നോക്കിയത് പിന്നെ വരായിരിക്കും. വരണോട്ടോ ഒരു കാര്യം സംസാരിക്കാൻ. ഇൻഷാ അല്ലാ ഇപ്പൊ നമ്മൾ പറഞ്ഞ മുഴുവൻ കൂലിയുള്ളതാണ്. ഇൻഷാ അല്ലാ അതൊരു ദിക്റാണ്, ഞാൻ വന്നേക്കാട്ടോ ഇൻഷാ അല്ലാ, അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ വരില്ല. അവര് വിളിച്ചത് ആ ഗീബത്തിൽ കൂടാൻ വേണ്ടിയിട്ട്, അത് മോശമായ വാക്കാണത്, പാപത്തിലേക്ക് ക്ഷണിച്ചതാണ്. ഒരു ഉദാഹരണമാണ്, ഞാൻ ഇനിയിപ്പോ വേറെ അത് ചിത്രീകരിച്ച് പറഞ്ഞതല്ല. ആലോചിച്ച് നോക്കണം. നമ്മുടെ മുന്നിൽ റമദാനാണെന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ആ നോമ്പൊന്ന് ശ്രദ്ധിച്ചോ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറഞ്ഞു. നോമ്പൊന്ന് ശ്രദ്ധിച്ചേക്കണേ, നോമ്പൊന്ന് ശ്രദ്ധിക്കണം. 3 അമല് പ്രത്യേകം പറയാനുണ്ട്. ഒന്ന് നോമ്പ് ശ്രദ്ധിച്ചോണം, നോമ്പൊന്ന് ശ്രദ്ധിക്കണം, അതുകൊണ്ട് ഉപകാരങ്ങൾ ഏറെ ഉണ്ട് കേട്ടോ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതൊരു അമല് പറഞ്ഞു, സദഖയെ കുറിച്ചൊരു ബോധം. പടച്ചോനെ എനിക്ക് സദഖ ചെയ്യാൻ പറ്റണമല്ലോ, എനിക്ക് സദഖയുടെ കൂലി. നമ്മൾ എന്ത് കാര്യം ചെയ്താലും, ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഈ ക്ലാസ്സിൽ വന്നിരുന്ന ഈ സദസ്സിൽ ഒരാൾക്ക് ഇരിക്കാൻ ഒരു കസേര ഇട്ട് കൊടുത്തു. അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്താൻ അദ്ദേഹം കസേര ഇട്ട് കൊടുത്ത കൂലി എന്നല്ല, അദ്ദേഹം ഒരു സദഖ ചെയ്ത കൂലി എന്ന് രേഖപ്പെടുത്താം. മനസ്സിലായില്ല? ഏതൊരു അമലിന്റെയും ബേസിക് കൂലി, അതിന്റെ പ്രതിഫലം സദഖ എന്ന പാക്കറ്റിലാ കിട്ടാം.
ഇപ്പൊ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം, ഒരു ഉപദേശം കൊടുത്തു, അവിടെ അത് രേഖപ്പെടുത്തുന്ന ഉപദേശം കൊടുത്തു എന്ന ആണേൽ പോലും അവിടെ വരുന്ന കൂലി സദക്കയുടെ പാത്രത്തിലാണ് കിട്ടത്. സദക്ക എന്നതാണ് ഏതിന്റെയും ഒരു ബേസിക്. സദക്ക വലിയ അമലാണ്, സദക്ക വലിയ അമലാണ്, സദക്ക വലിയ അമലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് മഹാനായ ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സദക്ക വലിയ അമലാണ്. മലക്കുകൾ അത്ഭുതപ്പെട്ടു. ഈ ഭൂമി ആടി ഉലയുമ്പോ ഈ ഭൂമിയെ പിടിച്ചു നിർത്താൻ പർവ്വതങ്ങളെ അള്ളാഹു പടച്ചു. പർവ്വതം കണ്ടുവന്ന മലക്കുകൾ, ആടി ഉലയാതെ ഭൂമിയെ പിടിച്ചു നിർത്തിയ പർവ്വതം കണ്ട മലക്കുകൾ അത്ഭുതപ്പെട്ടു. പടച്ചോനെ, എന്തൊരു പാറക്കെട്ടുകളാണ്! അത്ഭുതപ്പെട്ടു. ജമ്മു കാശ്മീർ മുതൽ ആസാം വരെ വിശാലമായി കിടക്കുന്ന ഹിമാലയം കണ്ട് മലക്കുകൾ അത്ഭുതപ്പെട്ടു. അത്രയും ചെറിയ ഭൂമിയിൽ ഇത്രയും വലിയ പർവ്വതം. അള്ളാഹു പറഞ്ഞ അത്ഭുതപ്പെടേണ്ട അതിലും വലിയ സൃഷ്ടിയുണ്ട്. പർവ്വതത്തെ പൊടിച്ചു കളയാനുള്ള ഇരുമ്പിനെ അള്ളാഹു ഭൂമിയിൽ ഇറക്കി. പർവ്വതത്തെ പൊടിച്ചു കളയാണ്, പൊട്ടിച്ചു കളയുന്ന ഇരുമ്പുകളെ കൊണ്ടുവന്നു. കല്ലിനെ പൊട്ടിക്കുന്ന ഇരുമ്പ് വന്നപ്പോൾ മലക്കുകൾ ചോദിച്ചു, പടച്ചോനെ, എന്തൊരു ശക്തമായ സൃഷ്ടിപ്പാണ് ഇരുമ്പിൻ്റെത്. അപ്പൊ അള്ളാഹു ഇരുമ്പിനെ ഉരുക്കാനുള്ള തീയ് പടച്ചു. തീയിൽ ഇരുമ്പ് ഉരുകുന്നത് കണ്ട് മലക്കുകൾ ചോദിച്ചു, പടച്ചോനെ, തീ എന്തൊരു ശക്തമായ സൃഷ്ടിയാണ്. അള്ളാഹു തീയിനെ അണച്ച് കളയുന്ന വെള്ളത്തെ പടച്ചു. മലക്കുകൾ വെള്ളം കണ്ടപ്പോൾ ചോദിച്ചു, പടച്ചോനെ, ഇത്രയും കഠിനമായ സൃഷ്ടിപ്പുള്ള തീയിനെ അണച്ച് കളയുന്ന വെള്ളമോ? അള്ളാഹു ആ വെള്ളത്തെ പറത്തിക്കളയുന്ന കാറ്റിനെ പടച്ചു. തിരമാലയെ പറപ്പിച്ചു കൊണ്ടുവരുന്നത് വായുവിലെ മർദ്ദമാണ്, കാറ്റാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തിയാണ്. വെള്ളത്തെ പറപ്പിച്ചു കളയുന്ന കാറ്റിനെ പടച്ചു. അപ്പോൾ മലക്കുകൾ അത്ഭുതപ്പെട്ടു. പടച്ചോനെ, എന്തൊരു ശക്തമായ സൃഷ്ടിയാണ്. അള്ളാഹു പിന്നെ സൃഷ്ടിച്ചത് ഇടത്തെ കൈയറിയാതെ വലത കൈകൊണ്ട് സദഖ കൊടുക്കുന്ന മനുഷ്യനെയാ അള്ളാഹു മലക്കുകളുടെ മുന്നിൽ പരിചയപ്പെടുത്തി. ഇതിലൊക്കെ ശക്തി അവന്റെ സദഖ എന്ന അമലിനുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു മലക്കുകളോട്. സയ്യിദുനാ റസൂലുള്ളാഹി ഇബ്നു റജബ് തങ്ങളുടെ ഫത്ഹുൽ ബാരി സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ സദഖ ചെറിയ അമലല്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തു, ഇപ്പൊ ഇവിടെ നിന്ന് പോവാണ്, ഈ ഓഡിറ്റോറിയത്തിൽ മാറാമലൊക്കെ പിടിച്ചെടുക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞാണ്, അങ്ങനെ ഇല്ല, മാറാമലൊന്നുമില്ല. അപ്പോൾ ഒരാൾ പതുക്കെ ഒന്ന് അടിച്ചു വരാന്ന് വെച്ചു. പള്ളിയുടെ മുറ്റത്തേക്കൊന്ന് രണ്ടുമൂന്ന് കരിയില കിടക്കുന്നത് വാരി കളയാന്ന് വെച്ചു. അത് ഇബാദത്തിന്റെ കൂലി കിട്ടണമെന്ന് ഓർത്ത് അവിടെ കരിയില വാരി എന്ന് പറഞ്ഞാൽ അത് ചെറിയ പണിയായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അത് സ്വതക്കയുടെ പാക്കറ്റിൽ അത് കിട്ടാം, സ്വതക്കയുടെ പാക്കറ്റിലാ കിട്ടാം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഒന്നാമത്തേത് 3 അമല് കൂടുതൽ ശ്രദ്ധിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം, സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കാം. റമദാനിന് അത് നമുക്ക് സാധ്യമാണ്. ഈ 3 അമല് റമദാനിൽ സാധിക്കും. ഒന്ന് നോമ്പൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഇസ്ലാം കാര്യങ്ങളുടെ 5 മുആദ് ബിൻ ജബലിനോട് പറഞ്ഞു 3 എടുത്ത് പറയാണ്, മോനെ ഒന്ന് ശ്രദ്ധ കൊടുത്തേക്കണം 3 കാര്യത്തിൽ. ഒന്ന് നോമ്പാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നോമ്പ് എല്ലാം അമലാക്കണം. നോമ്പിൽ നാം ചെയ്യുന്നതും പറയുന്നതും കേൾക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം അമലാക്കണം. അല്ലാഹുവേ, നോമ്പാണ്, ക്ഷീണമുണ്ട്, കിടക്കാണ്, എനിക്ക് നീ കൂലി തരണോട്ടോ അല്ലാഹ്, എനിക്ക് വേറെ ഒന്നിനും പറ്റൂല, ഞാൻ അവിടെ പോയി നീ ചീത്തയായ കാര്യങ്ങളിൽ കൂടാൻ പറ്റൂല. ഇപ്പൊ ഖുർആൻ എടുത്ത് ഉറക്കം വരെ ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ അല്ലാഹ്, ഞാൻ നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഉറങ്ങാണല്ലാ, നോമ്പുകാരനല്ലേ, നീ എന്നെ പരിഗണിക്കുക. അങ്ങനെ ഒരു ആവശ്യം അള്ളാഹുവിനോട് ഇങ്ങനെ തുറന്ന് പറയാ. അള്ളാഹിനോട് വർത്താനം പറയണേ. അള്ളാഹുവിനോട് വർത്താനം പറയൽ കുറവാ. സ്വാഭാവികമായിട്ട് 2 ആളുകൾ തമ്മിൽ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ എന്താവും? അടുപ്പം കൂടും. അള്ളാഹുവിനോടുള്ള വർത്താനം നമ്മുടെ ദുആയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നോടത്ത് അള്ളാഹുവിനോട് നമ്മൾ വർത്താനം പറയലാണ്, അള്ളാഹുവിനോട് സംസാരിക്കലാണ്. ദുആ ചെയ്യുന്ന ആളെ പറ്റി അള്ളാഹു പറഞ്ഞത് അവന്റെ തൊട്ടടുത്ത് ഞാനുണ്ടെന്ന്. അള്ളാഹ് അടുത്തുള്ളവനാരോ അവനാണ് ദുആ ചെയ്യുന്നത്. ഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നെ വിളിച്ച് ദുആ ചെയ്യുന്നവന്റെ ചേർന്ന ഞാൻ ഇരിക്കുന്നതെന്ന് അള്ളാഹു പറയാ ഖുർആനിൽ. അത്രയും ചേർന്ന് അള്ളാഹു ഇരിക്കുന്നത്. ഈ വർത്താനം മുഴുവൻ കേൾക്കാൻ എന്തും എവിടെയും തുറന്നു പറയാൻ പറ്റിയ ഒരാൾ അല്ലാഹേ ഉള്ളൂ. എന്തും എവിടെയും തുറന്നു പറയാൻ പറ്റിയ ആള് എന്റെ ഭാര്യയാണ് ഉസ്താദ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിവരം അറിയും. എല്ലാം പറയാൻ പറ്റുമോ? പറയാൻ കഴിയില്ല. അല്പസ്വല്പമൊക്കെ ക്ഷമയുള്ള ഭാര്യയാണ് കുറച്ചേരം കേട്ടിരിക്കും. അതിന് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കോളറിന് പിടിക്കും. അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ പരിപാടിയില്ലേ? ഇനി അന്നേരം ഓർക്കില്ല, കുറെ കാലം കഴിയുമ്പോൾ ഭയങ്കര ഓർമ്മയായിരിക്കും. ഇന്നാലിന്ന ഡേറ്റിൽ ഇന്നത് പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കും. അവർ ഭയങ്കര ഓർമ്മശക്തി ആ വിഷയത്തിൽ അവർക്കുണ്ട്. പ്രതികാരബോധം ഇത്തിരി കൂടുതൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് എല്ലാം ഓർമ്മ വരും. നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ അവർ മറക്കൂല. അപ്പൊ എല്ലാം പറയാൻ പറ്റിയ ഒരു ബന്ധം അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ പറയുന്ന ആ വർത്താനത്തെയാണ് ദുആ എന്ന് പറയുന്നത്.
ആ ദുആയിലൂടെ അള്ളാഹുലേക്ക് അടുപ്പം സ്ഥാപിക്കാം. ഞാൻ വിശദീകരിക്കുന്നില്ല. 3 അമലൊന്ന് ഒന്ന് ആഞ്ഞു പിടിച്ചോണം മോനെ, നിനക്ക് സ്വർഗത്തിലേക്ക് വേഗം കടക്കാൻ കഴിയും എന്ന് പഠിപ്പിച്ച ആ 3 അമൽ. 1 നോമ്പൊന്ന് ശ്രദ്ധിക്കണം. 2 രണ്ടാമത്തേത് സദഖയെ ഒന്ന് സൂക്ഷിക്കണേ. സദഖ എന്ന കൂലി കിട്ടാൻ എന്തും ചെയ്യണം. നോമ്പ് തുറയുടെ ഗ്ലാസ് കഴുകി കൊണ്ടിരിക്കുകയാണ് അവിടെ, അങ്ങനെ സങ്കല്പിക്കാം. അല്ലെങ്കിൽ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളേതായാലും വെറുതെ ഇരിക്കുക, നമുക്ക് പറ്റും, ആരോഗ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്നെന്ത് ചെയ്യാം? അതിലൊന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് സദഖയ അല്ലാഹു രേഖപ്പെടുത്ത ഒരു ഹദീസ് അനുബന്ധമായി പറയാം. ഇമാം തുർമുദിയുടെ ജാമിഉൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസ് കാണാം. 7 സദഖ. നമുക്ക് പണം വേണ്ട, 7 സദഖ. തബസ്സുമുക ഫി വജ്ഹി അഖീക ലക സദഖ. സ്നേഹത്തോടെ 2 കൂട്ടുകാരികൾ അങ്ങും ഇങ്ങും ചിരിച്ചു കാണിക്കുന്നത്, സ്നേഹത്തോടെ 2 സഹോദരങ്ങൾ അങ്ങും ഇങ്ങും ചിരിച്ചു കാണിക്കുന്നത് സദഖ. പണം വേണ്ട. പിന്നെ പറഞ്ഞു വഅംറുക ബിൽ മഅറൂഫ്, ഒരാൾക്കൊരു നല്ലത് പറഞ്ഞു കൊടുക്കാതെ സദഖ. 3-മത് പറഞ്ഞു ഒരു ചീത്തയായ കാര്യം ചെയ്യല്ലേ, അത് നിനക്ക് അപകടമാണ് എന്ന ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ സദഖ. 4-മത് പറഞ്ഞു ഒരാൾ നമ്മൾ റോഡിൽ നിൽക്കുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ട വഴി എങ്ങനെ എന്ന് ചോദിച്ചു വന്നപ്പോ അയാൾക്ക് വഴി പറഞ്ഞു കൊടുത്തയാൾ പോകേണ്ട റൂട്ട് കൃത്യമായി അറിയിച്ചു കൊടുത്താൽ വഴി പറഞ്ഞു കൊടുക്കൽ 4-മത്തെ സദഖ. 5-മത്തെ സദഖ വബസ്റുക ലിർറജുലി റദീഇ അൽ ബസ്റു ലക സദഖ. ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോൾ അവനോട് നമുക്ക് ആ കാഴ്ചയിൽ ഒരു അനുകമ്പ തോന്നിയാൽ, യതീമായ മക്കളെ കണ്ടപ്പോൾ അവർക്ക് വാപ്പയില്ലല്ലോ, അവരോടൊരു ദയ മനസ്സിൽ ഇങ്ങനെ തോന്നി വന്നാൽ അത് സദഖയാ. ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗിയെ കണ്ടാൽ അവനോട് നമുക്ക് തോന്നുന്ന ഒരു അലിവ് മനസ്സിലുണ്ടല്ലോ, അത് സദഖ. 6-മത്തെ സദഖ വൈമാതതുകൽ ഹജറ വശൗകത വൽ അലമ അനി തുരീഖി ലക സദഖ. വഴിയിലെ തടസ്സങ്ങൾ നീക്കിയാൽ, വഴിയിലെ ഒരു ഉരുളങ്കല്ല്, ഒരു ചെറിയ ഗിയർലെസ് വണ്ടി കയറിയാൽ മറിഞ്ഞു വീഴുമെന്ന് കണ്ടാൽ, സൈക്കിളിൽ പോകുന്നവൻ അത് ബുദ്ധിമുട്ടാണെന്ന് കണ്ടാൽ കാലുകൊണ്ട് ആ ഉരുളങ്കല്ല് അങ്ങനെ തട്ടിമാറ്റൽ സദഖ. 7-മത്തേത് വീട്ടിൽ പാചകം ചെയ്തിട്ട് വിളമ്പി കൊടുക്കുന്നില്ലേ? പാചകം ചെയ്തിട്ട് വിളമ്പി കൊടുക്കണ പരിപാടി സദഖ എന്ന് പരിശുദ്ധ റസൂൽ. ഈ പറയപ്പെട്ട സദഖയൊന്നും പൈസ വേണ്ടാത്തതാ. മുആദ് ബിൻ ജബലിനോട് പറഞ്ഞു സദഖയാക്കാൻ നോക്കണം, എല്ലാ കാര്യവും സദഖയാക്കാൻ നോക്കണം. 2-മത് ശ്രദ്ധിക്കേണ്ടതാ. 3-മത്തേത് ശ്രദ്ധിക്കേണ്ടത് മോനെ, സദഖ കൊണ്ട് വെള്ളം തീയനണച്ച് കളയുന്ന പോലെ അള്ളാഹുവിന് നിന്നോട് എന്തെങ്കിലും കോപമുണ്ടെങ്കിൽ ഈ സദഖ എന്ന കാറ്റഗറിയിലേക്ക് വരുന്ന പ്രവർത്തനങ്ങൾ നീ ചെയ്യ വഴി അള്ളാന്റെ കോപം അണഞ്ഞു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 3-മതൊരു കാര്യം പറയാനുള്ളത് വസ്വലാത്തു റജുലി, കേട്ടോ, വസ്വലാത്തു റജുലി മിൻ ജൗഫിൽ ലൈലി. ഇടത്താഴത്തിനെണീക്കുമ്പോ തഹജ്ജുദ് നിസ്കാരം ഉണ്ടായാൽ അതങ്ങ് തുടർന്ന് പോകണം നമ്മുടെ മരണം വരെ. തഹജ്ജുദ് നിസ്കാരം നിനക്കുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഈ 3 അമൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി മുആദ് ബിൻ ജബലിനോട് പിന്നെ ഹബീബായ നബി തങ്ങൾ സൂറത്ത് സജദയുടെ ആയത്തങ്ങോതാൻ തുടങ്ങി. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ഈ 3 അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നാൽ അള്ളാഹ് അവിടെ വെച്ചിരിക്കുന്ന പ്രതിഫലം ആരോടും അവൻ പറഞ്ഞിട്ടില്ല മുആദേ എന്ന് പറയാൻ സൂറത്ത് സജദയുടെ ആയത്തോതി. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ. കണ്ടാൽ കണ്ണ് നിറയും, കണ്ടാൽ കണ്ണ് സന്തോഷിക്കും, മനം തുടിക്കും. അങ്ങനത്തെ ഒരു പ്രതിഫലം അല്ലാഹ് വെച്ചിട്ടുണ്ട്.
അതിലേക്കെത്താൻ ഈ 3 അമല് മതി എന്ന് പറയാൻ, അങ്ങനെ ഒരു അമലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്ത്, അങ്ങനെ ഒരു പ്രതിഫലത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്ത്, ഈ 3 കാര്യങ്ങളുടെ ചേർത്ത് മുആദ് ഇബ്നു ജബലിനോട് റസൂലുള്ളാഹി ഓതി കേൾപ്പിച്ചു. ഒന്നുകൂടി പറയാം. സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കുന്ന 3 അമല്. നോമ്പ് ഒന്ന് ശ്രദ്ധിക്കണം, അതിന് പാളിച്ചകൾ വരാതെ, വീഴ്ചകൾ വരാതെ. 2, ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും എനിക്ക് കൂലി കിട്ടണം, അതായത് സദഖ എന്ന കാറ്റഗറിയിലേക്ക് അല്ലാഹു അത് കബൂലാക്കണമെന്ന ഒരു നിയ്യത്ത്. 3-മത്തേത് പാതിരാവിന്റെ തഹജ്ജുദ് നിസ്കാരം. പാതിര വേണ്ട, സുബഹി ബാങ്കിന്റെ 20 മിനിറ്റ് മുമ്പ് എണീറ്റ് ഈസി ആയിട്ട് നടക്കണ കാര്യം അത്. ആ 20 മിനിറ്റിന് 30 മിനിറ്റ് നേരത്തെ ഉറങ്ങിയാൽ മതി, ഒരു ക്ഷീണം ഉണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എത്ര വൈകി കിടന്നാൽ ആ നേരത്തെ എണീക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ ശരീരം ശീലിച്ചതനുസരിച്ച് നമ്മൾ ചെയ്യണം. മരുന്നിന്റെ ഡോസ് അനുസരിച്ച് ഉറക്കം കൂടുന്നവർ ഉറങ്ങി തന്നെ അത് പരിഹരിക്കണം. ആ രീതിയിലേക്ക് നമ്മുടെ അമലുകൾ വരണം. ഇനി കേട്ടോളൂ, ഈ രീതിയിൽ സ്വഹാബിയെ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ അള്ളാഹു നമുക്കിത് പാലിക്കാൻ തൗഫീഖ് നൽകട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഹജ്ജിന് പോവാൻ വേണ്ടി അപേക്ഷ വെച്ച് ഇപ്പോൾ 1 മാസം കീമോയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട സഹോദരനും കുടുംബത്തിനും ഹജ്ജ് പാഴാവല്ലേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, അതുപോലെ പലരും രോഗികളാണ്, ഹജ്ജിന് വേണ്ടി ശ്രമിക്കുന്നു, പാഴാവല്ല അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഹജ്ജ് എളുപ്പമാക്കുക അല്ലാഹ്. അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ദുആ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും നീ അവസരം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഹജ്ജുകളും നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, 10-35 വയസ്സ് പ്രായമേ ഉള്ളൂ, ഉറക്കത്തിൽ കിടന്ന് ഒരേ സമയം സ്ട്രോക്കും അതുപോലെ സൈലന്റ് അറ്റാക്കും വന്ന 35 വയസ്സിൽ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ, അദ്ദേഹം വെന്റിലേറ്ററിലാ. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അല്ലാഹുവേ, നീ ശിഫാ നൽകണേ അല്ലാഹ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അല്ലാഹ്. പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ റമളാൻ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ റമളാൻ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശഅബാനും റജബും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പുകൾക്ക് ഇരട്ടി പ്രതിഫലം എന്ന പ്രവാഹം നീ തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ കൂടിയ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. പരകോടി സൃഷ്ടികൾക്ക് നീ നരകമോചനം കൊടുക്കുമല്ലോ അല്ലാഹ്. നിന്റെ സ്വർഗം നീ ഉറപ്പുവരുത്തുമല്ലോ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നരകമോചിതരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നരകമോചിതരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വർഗം ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാഹ്. നിന്റെ സ്വർഗം വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ അമലില്ല അല്ലാഹ്. നിന്റെ സ്വർഗം വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ തഖ്വയില്ല അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള തഖ്വയുടെ സാഹചര്യവും നീ തരണേ അല്ലാഹ്. ഒരുപാട് തെറ്റ് ഞങ്ങൾ ചെയ്തതാണ് അല്ലാഹ്, ഞങ്ങളുടെ മനസ്സിലതില്ല അല്ലാഹ്, ഞങ്ങൾ മറന്നു അല്ലാഹ്. പടച്ച റബ്ബേ, നിന്റെ അടുക്കൽ അത് മായാത്ത രേഖയല്ലേ അല്ലാഹ്. ആ രേഖയെ നീ മാച്ച് കളയുന്നതിന് നിന്റെ ഹബീബ് ഞങ്ങൾക്ക് പഠിപ്പിച്ച വാക്കാണ് അഫ്വ് എന്ന്. അല്ലാഹുമ്മ ഇന്നക അഫ്വ് തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. നീ മാപ്പല്ലേ അല്ലാഹ്, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനല്ലേ അല്ലാഹ്. അടിമയുടെ പാപം എഴുതി വെച്ച എഴുത്ത് മാച്ച് കളയുന്നവൻ നീയല്ലേ അല്ലാഹ്. അത് പൊറുത്താൽ പോരാ, ആ തെറ്റ് ചെയ്തവനാണ് എന്ന അടയാളം ഞങ്ങളുടെ മുഖത്ത് കാണാതെ ആ അടയാളവും നീ മാച്ച് കളയണ്ട. നിന്റെ റമളാനിലല്ലേ ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാഹ്. ഞങ്ങളുടെ കണ്ണ് കണ്ടത്, കാത് കേട്ടത്, ശരീരം ആസ്വദിച്ചത്, നാവ് പറഞ്ഞത് പൊറുക്കുമല്ലോ അല്ലാഹ്. നീ പൊറുക്കണേ അല്ലാഹ്.
അള്ളാഹുവേ ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മൗതാക്കൾക്ക് നീ ഖബറിൽ സ്വർഗീയ ആനന്ദം പരിശുദ്ധ റമളാന്റെ മഹത്വം കൊണ്ട് നൽകണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗം തരല്ലേ അല്ലാ. ചികിത്സിച്ചാൽ മടുത്തു പോകുന്ന അവസ്ഥ തരല്ലേ അല്ലാ. അള്ളാഹുവേ റബ്ബേ നീ തന്ന എല്ലാത്തിലും ബറക്കത്ത് നൽകുക അല്ലാ. ശരീരത്തിന്റെ ആഫിയത്ത് മരണം വരെ നിലനിർത്തണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറായ സമ്പാദ്യം കൊണ്ട് അനുഗ്രഹിക്കുക അല്ലാ. ഗൾഫിലുള്ളവർക്ക് നീ ആഫിയത്ത് കൊടുക്കുക അല്ലാ. അള്ളാഹുവേ അവരുടെ രക്തം വിയർപ്പാകുന്നു. സമ്പാദ്യമായ അവസാനം നാട്ടിൽ വരുമ്പോൾ കുറെ രോഗങ്ങളും കുറെ ഗുളിക കൂമ്പാരങ്ങളും തീർത്താൽ തീരാത്ത കടങ്ങളും അനുസരണയില്ലാത്ത അച്ചടക്കമില്ലാത്ത കുടുംബങ്ങളും ഞങ്ങളുടെ പ്രവാസിക്ക് അങ്ങനെ വരല്ലേ അല്ലാ. അള്ളാഹുവേ അവിടെ അവർ നഷ്ടപ്പെടുത്തിയതിന് ഖൈർ നീ ദുനിയാവിൽ നൽകണമല്ല. ആഖിറത്തിൽ കുടുംബത്തോടൊപ്പമുള്ള സ്വർഗീയ ജീവിതം കൊടുക്കണമല്ല. ഞങ്ങളുടെ പ്രവാസികൾക്ക് നീ ബറക്കത്ത് ഏറ്റി കൊടുക്കുക അല്ല. ഗൾഫിലുള്ള മക്കൾക്ക് ബറക്കത്ത് കൊടുക്കുക അല്ല. ആഫിയത്ത് കൊടുക്കുക അല്ല. അള്ളാഹുവേ ശരീരത്തിന് സുഖം കൊടുക്കുക അല്ല. ഗൾഫിലുള്ള ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, വാപ്പമാർ, സഹോദരിമാർ എല്ലാവർക്കും ഈ ദുആഇന്റെ എല്ലാ അനുഗ്രഹങ്ങളും എത്തിക്കണേ അല്ലാ. അള്ളാഹുവേ വിറ്റുപോകേണ്ട വസ്തുക്കൾ വിറ്റുപോവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. വിറ്റുപോവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. വിറ്റാലുള്ള നടക്കേണ്ട ആവശ്യം നീ നടത്തി കൊടുക്കണേ അല്ലാ. വിറ്റതിനേക്കാൾ ഖൈർ വാങ്ങാൻ ഭാഗ്യം നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ പൊന്നാര മക്കൾക്ക് അവരുടെ പഠനം കൊണ്ട് രണ്ട് ലോകത്തും നീ ഉപകാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പഠനം കൊണ്ട് രണ്ട് ലോകത്തും അവർക്ക് ഉപകാരം നൽകണേ അല്ലാ. ലഹരി ഉപയോഗത്തിൽ ഞങ്ങളോ മക്കളോ പോവല്ലേ അല്ലാ. പരസ്ത്രീ ബന്ധത്തിലും വ്യഭിചാരത്തിന്റെ പച്ചയായ സാഹചര്യങ്ങളിലും ഞങ്ങളോ മക്കളോ പോവല്ലേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തന്ന ജീവിതത്തിന്റെ ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നീ ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. അള്ളാഹുവേ ദുആ ചെയ്താൽ ഉത്തരമുള്ള മനുഷ്യനാണ് നീ എന്ന് നീ ഞങ്ങളെക്കുറിച്ച് വിലയിരുത്തണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾ ദുആ ചെയ്താൽ ഞങ്ങളുടെ ദുആഇന് ഇജാബത്ത് വേണമല്ലാ. മാതാപിതാക്കളുടെ ഹയാത്ത് കാലത്ത് മക്കളെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാ. മാതാപിതാക്കൾ ജീവിച്ചിരിക്ക മക്കളെ കൊണ്ട് കണ്ണ് നിറയേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അള്ളാഹുവേ റബ്ബേ കൊടും ചൂടലും വേനലിലും അള്ളാഹുവേ ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ അവഗണിച്ച് നോമ്പെടുക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ആഫിയത്ത് കൊടുക്കുക അല്ലാ. റമളാൻ പ്രയാസമാവല്ലേ അല്ലാ. റമളാന്റെ കൂലി നഷ്ടപ്പെടുന്ന ഒരു ചിന്തയും ഞങ്ങളുടെ മനസ്സിൽ ഇബ്ലീസ് കൊണ്ടുവരല്ലേ അല്ലാ. തറാവീഹ് നിസ്കാരങ്ങൾ നീ കബൂലാക്കുക അല്ലാ. അള്ളാഹുവേ അറിവ് കുറഞ്ഞവരാ ഞങ്ങൾ. നിന്റെ ഖുർആനൊന്ന് നിവർത്തി വെക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഓതാൻ അറിയില്ലെങ്കിലും അതിന്റെ വരികളിലേക്ക് നോക്കി നിന്നാൽ ആ കണ്ണുകൊണ്ട് പുണ്യം നുകരാൻ കഴിയുമെന്ന് പറഞ്ഞ ആനുകൂല്യമെങ്കിലും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവേ ലൈലത്തുൽ ഖദ്ർ നസീബാക്കുക അല്ലാ. ഞങ്ങളുടെ ആയുസ്സിൽ അവസാനത്തെ റമളാനി റമളാനാവല്ലേ അല്ലാ. ഞങ്ങളുടെ ആയുസ്സിൽ അവസാനത്തെ റമളാനി റമളാനാവല്ലേ അല്ലാ. ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടവർ റമളാൻ ഒന്ന് കഴിഞ്ഞിട്ട് വേണം, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സഹോദരനടക്കം പലരുമുണ്ട്. അള്ളാഹുവേ റമളാന്റെ പോരിശ കൊണ്ടവർക്ക് നീ ഒരു പ്രയാസങ്ങളും വരുത്തല്ലേ അല്ലാ. അള്ളാഹുവേ കടബാധ്യത ഉള്ളവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതല്ലേ അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതല്ലേ അല്ലാ. വീട്ടണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. വാടകയ്ക്ക് കഴിയുന്നവർക്ക് ഒരു തുണ്ട് മണ്ണ് വാങ്ങാൻ വീട് വെക്കാൻ വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാ. ഭാവിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മക്കളും മറ്റു പലരും വീട് വെക്കേണ്ടവരുണ്ട്, നീ എളുപ്പമാക്കുക അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. നിന്നോട് ചോദിക്കാൻ ഞങ്ങളുടെ മനസ്സിൽ കുന്നോളമുണ്ട് അല്ലാ. അല്ലാഹുവേ നീ ഖാദിൽ ഹാജാത്തല്ലേ, നീ മുദബ്ബിറുൽ ഉമൂറല്ലേ. ഖൈർ നിനക്കല്ലേ അറിയോ, നീ ഖൈർ അടിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി
محمد صلى الله عليه وسلم صلى الله عليه وسلم اللهم صل على محمد. السلام عليكم ورحمة الله وبركاته.